ഇന്നത്തെ വിവാഹ ജീവിതം പലർക്ക് ലാഭകരമല്ലാത്തതിന്റെ കാരണം ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നിൽക്കാതെ സ്വന്തം കാഴ്ചപ്പാടിലേക്ക് കടന്നു വന്നുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ ഇതാ ഒരു ജീവിത പങ്കാളി, എനിക്ക് ഊറ്റിയെടുക്കാൻ ഇതാ ഒരു ജീവിത പങ്കാളി, എനിക്ക് എന്ന ആ സ്വകേന്ദ്രീകൃതമായ മനോഭാവത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ലാഭകരം അല്ലാതെയായി തീർന്നത്. പകരം ദൈവ ഇഷ്ടം ഞങ്ങൾ ഒരുമിച്ച് ഭൂമിയിൽ ചെയ്യാനാണ് വിവാഹ ജീവിതമെന്ന ദൈവ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടാണ് എങ്കിൽ നമ്മളുടെ ജീവിതം, വിവാഹ ജീവിതം ഒരനുഗ്രഹകരമായിരിക്കും. അല്ല എങ്കിൽ ഇത് ലാഭകരമല്ല എന്ന് മാത്രമല്ല, പലപ്പോഴും വിവാഹ ജീവിതം കൊണ്ട് ഭാര്യയും ഭർത്താവും നരകത്തിലേക്ക് യാത്രയുമാണ്. So if your perspective in marriage is that a marriage partner to make me happy or a marriage partner to extract from and so that I can gain more, if you have such a self-centered attitude, then marriage life is not a profitable thing for you. On the other hand, if you have a God-centered attitude, which is that my life here is to do the will of God, to do the will of the Father, and I need a partner so that we can together do the will of the Father. So if you have such an attitude, then marriage life will be profitable to you. ക്രിസ്തു സഭയെ നേടാൻ വേണ്ടി തനിക്കുള്ളതെല്ലാം അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവളെ വചനത്തിലൂടെ കഴുകി ശുദ്ധീകരിച്ച് തനിക്ക് തന്നെ തേജസ്സോടുകൂടി നിർത്താനായിട്ട് ഒരുക്കിയെടുക്കുന്നു. അപ്പോൾ തന്നെ ഇതാ സഭ, യേശു സഭയോട് പറയുകയാണ്, എൻ്റെ നുകമേറ്റ്. ശ്രദ്ധിക്കുക, സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കുക, എൻ്റെ നുകം എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി. പിതാവ് തന്നെ ഏൽപ്പിച്ച ആ ഡ്യൂട്ടി, ആ നുകമേറ്റ്, എൻ്റെ നുകമേറ്റ് നീ എന്നോട് പഠിക്കണം. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം നിന്റെ ജീവിതകാലം എനിക്ക് പിതാവ് തന്ന ഇഷ്ടം ചെയ്യുവാൻ നീ എൻ്റെ കൂടെ സഹായിയായി നിലകൊള്ളണം. രണ്ടുപേർക്കും ഒരേ വിഷനാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഈ ഒരു തലത്തിലാണ് വിവാഹ ജീവിതമെങ്കിൽ നമ്മുടെ വിവാഹ ജീവിതം അനുഗ്രഹീതമായിരിക്കും. അല്ലാതെ ഹസ്ബൻഡിനെ ഊറ്റി ജീവിക്കാൻ ശ്രമിക്കുന്ന ഭാര്യയും ഭാര്യയെ ഊറ്റി ജീവിക്കാൻ ശ്രമിക്കുന്ന ഭർത്താവും, അങ്ങനെയല്ല നമ്മുടെ ജീവിതം വേണ്ടതെന്ന് ആദ്യം തന്നെ ഓർപ്പിക്കുകയാണ്. So Jesus Christ gave the last drop of his blood to redeem his bride, that is the church, and he did not try to extract from the church, but at the same time he told the church that take my yoke upon you and learn from me. So what did he want? What did Jesus Christ want the church to learn from him? He wanted him to learn that Jesus Christ does the will of the Father. In the same manner, the duty of the church is to do the will of the Father. And if this is the and do the will of the Father. So if this is the attitude of your married life, then your married life will also be successful. അനേക കുടുംബങ്ങൾ കലഹിക്കപ്പെടുവാൻ, തകർന്നു പോകാനുള്ളൊരു മേജർ കാരണം ഇതാണ്. ഭാര്യയ്ക്ക് ഭാര്യയായിരിക്കാൻ പറ്റുന്നില്ല. കാരണം എഗ്രിമെന്റിൽ, വിവാഹ എഗ്രിമെന്റിൽ എന്തായിരുന്നു എന്ന് ഉടനെ പോയി നോക്കണം. അപ്പൊ നോക്കുമ്പോൾ മനസ്സിലാകും, ചാക്കോച്ചൻ അല്ലെങ്കിൽ ജോസഫ് അല്ലെങ്കിൽ ജോൺ ആവുന്ന അങ്ങേ എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പറയും, അങ്ങേ ഞാൻ എൻ്റെ ഭാര്യയല്ല, എൻ്റെ വിവാഹ ഭർത്താവായി സ്വീകരിക്കുന്നു. മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ അങ്ങേ സ്നേഹിച്ചു, അങ്ങേ ബഹുമാനിച്ചു, അങ്ങേക്ക് കീഴടങ്ങിയ ഒരു ഉത്തമ ഭർത്താവായെന്നല്ല, ഉത്തമ ഭാര്യയായിരിക്കാൻ ഞാനിതാ ഉഭയസമ്മതം ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് നോക്കണം, എൻ്റെ റോൾ അവിടെ എന്താണ്, ഭർത്താവാണോ ഭാര്യയാണോ. എന്നിട്ട് ആ റോള് തന്നെ ചെയ്യുകയാണെങ്കിൽ നോ ഇഷ്യൂ. കാരണം ഇതൊരു കവണൻ്റാണ്, ഒരു എഗ്രിമെന്റ് ആണ്. മരണം കൊണ്ട് മാത്രം സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എഗ്രിമെന്റ്. എന്താണ് പറഞ്ഞത് അത് തന്നെ ചെയ്യണം, എന്താണ് പറഞ്ഞത് അത് തന്നെ ചെയ്യണം, മാറിപ്പോകരുത്. ഭർത്താക്കന്മാരും ഇത് തന്നെ ഓർത്തുകൊള്ളണം. കുടുംബം വാഴുവാൻ, ദൈവത്തിനായി, ദൈവ ഇഷ്ടം നിറവേറ്റുവാൻ ഞാൻ നിന്നെ എൻ്റെ വിവാഹ ഭാര്യയായി സ്വീകരിക്കുന്നു. അപ്പൊ നിങ്ങളാരാ? ഭർത്താവ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഭർത്താവ് കുടുംബത്തെ വാഴണം. ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടി. ഈ എഗ്രിമെന്റ് പരസ്പരം ഇടയ്ക്കിടയ്ക്കെന്ന് ഓർക്കുന്നത് നല്ലതാ. എഗ്രിമെന്റ് തെറ്റിയാൽ എഗ്രിമെന്റിന് സാക്ഷിയായ ദൈവമുണ്ട്, തീർച്ചയായും ശിക്ഷാവിധി പ്രാപിക്കും. അതുകൊണ്ട് തെറ്റിക്കരുത്, കറക്റ്റായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ഇടയാണ്. In this context, I would request you to take a look at your marriage agreement, because when a woman becomes a husband and husband to her husband, then things go wrong. If you read the marriage agreement, you will see that it says, I such and such would take, say, John or Chaco or Joseph, whoever it is, as my husband, and promise to obey and submit myself as his wife.
So it's important that you read the marriage agreement every now and then, so that you realize that what is your role. In the same manner, it is important for husbands to read their marriage agreement so that it says that I take such and such as my wife to provide for her. So you are taking your wife as your wife and not a husband. So it's important that this role is not reversed. അതുകൊണ്ട് ഒരു നല്ല കുടുംബജീവിതം നയിക്കണമെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഭാര്യയ്ക്കുള്ളത് നല്ലതാണ്, ഇൻ കേസ് ഭാര്യയ്ക്ക് ഇല്ല എങ്കിലും ദൈവവചനം പറയുന്നു ഭർത്താവിന് ഭാര്യയോട് കൂടെ വസിക്കണമെങ്കിൽ വിവേകം ആവശ്യമാണ്. സ്നേഹം മാത്രം പോരാ, വിവേകം ആവശ്യമാണ്. ഒരു കാർ ഓടിക്കണമെങ്കിൽ ഞാൻ ആ കാർ ഇഷ്ടപ്പെട്ടത് കൊണ്ട് കാർ ഓടിക്കാൻ പറ്റില്ല. ആ കാർ ഓടിക്കേണ്ടത് എങ്ങനെയെന്നുള്ള വിവേകം നമുക്ക് വേണം. ഇതേപോലെ കുടുംബജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള വിവേകം ഉണ്ടെങ്കിൽ കുടുംബജീവിതം എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് ഇടിക്കാൻ പോകും, പല സമയത്ത് ഇടിക്കാൻ പോകും, പെട്ടെന്ന് തകർത്ത് കളയണമെന്നൊക്കെ തോന്നും. അപ്പോൾ ആ സമയത്ത് എതിരെ ഒരു വണ്ടി വരുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഔട്ടി സൈഡ് എടുത്ത് ഒതുക്കി മറ്റേതിനെ കടത്തിവിടുന്നത് പോലെ നമ്മുടെ വിവാഹ ജീവിതം ശ്രദ്ധയോടെ കൊണ്ടുപോയില്ലെങ്കിൽ അത് തകർന്നു പോകും. It is for this reason that the word of God says that husbands, especially if you want to lead a good married life, you should have wisdom. For wives also it is good, but for husbands it is important. Just like when you are driving a car, and it's not just necessary that you want to drive a car, you should also know how to drive the car. Otherwise there may be situations where say a car comes opposite to you and you do not press the brake. So you should know how to drive the car, that when such situations comes you should move your car to the side so that it doesn't crash. സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ്. ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങളിൽ നിത്യം വസിക്കുമാറാകട്ടെ. Greetings of love in the name of God our Father and our Lord and Savior Jesus Christ to everyone listening to this message, both in hall and in online media. May the peace, life and prosperity from God reside in your life always. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചത്തെ സന്ദേശത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ആഴ്ചത്തെ സന്ദേശവും. കഴിഞ്ഞ ആഴ്ചത്തെ സന്ദേശം എന്താണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വിവാഹ ജീവിതം ലാഭകരമോ അതോ നരകകരമോ? വിവാഹ ജീവിതം ലാഭകരമാണോ അതോ നരകകരമാണോ? സ്വർഗത്തിലെ ദൈവം മനുഷ്യന് വിവാഹം ഓർഡൈൻ ചെയ്തത് അവൻ്റെ ജീവിതം ലാഭകരമാക്കുവാൻ വേണ്ടിയാണ്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ അതോ ഈ വിവാഹം കൊണ്ട് നമ്മൾ നരകത്തിലേക്ക് തള്ളപ്പെടുകയാണോ എന്നുള്ളതാണ് ചോദ്യം. So dear brothers, today's message is a continuation of last week's message, and the topic of the message is your married life beneficial or profitable, or is it leading to hell? Our Father in heaven ordained marriage so that it is beneficial in your life. Now, is it beneficial to you, or is it leading towards hell? കഴിഞ്ഞ സന്ദേശം നാം കേട്ടു, സ്വർഗത്തിലെ ദൈവം വിവാഹം ഓർഡൈൻ ചെയ്തത് വീണുപോയ മനുഷ്യർക്കല്ല. മനുഷ്യൻ തേജസ്സോടുകൂടെ നിൽക്കുമ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനൊരു പങ്കാളിയെ വേണം, അതാണ് വിവാഹം എന്ന് ദൈവഹൃദയത്തിൽ തീരുമാനമുണ്ടായിട്ടാണ് വിവാഹം ദൈവം ഓർഡൈൻ ചെയ്തത്. എന്നാൽ ഇപ്പോൾ വിവാഹം കഴിക്കുന്നത് വീണുപോയ പുരുഷനും സ്ത്രീയും തമ്മിലാണ്. സ്വകേന്ദ്രീകൃതമായ, ദൈവകേന്ദ്രീകൃതമല്ല, സ്വകേന്ദ്രീകൃതമായ പുരുഷനും സ്ത്രീയും തമ്മിലാണ്. ആ കേന്ദ്രീകരണ രീതിയിലാണ് നാം വിവാഹ ജീവിതത്തെ കാണുന്നതെങ്കിൽ വിവാഹ ജീവിതം നമുക്ക് ഒട്ടും ലാഭകരം അല്ല. ദൈവം ഏത് ഫേസിലാണ്
ഏത് കാഴ്ചപ്പാടിലാണ് വിവാഹ ജീവിതം വെച്ചത്, അതിൽ കണ്ടെങ്കിലേ വിവാഹ ജീവിതം നമുക്ക് ലാഭകരമായി തീരുകയുള്ളൂ. So when God in heaven ordained marriage, he ordained it between two glorified human beings, not the fallen human being that is right now, but glorified God-centered human beings. And he said it is not good for a man to be alone, and that's when he ordained marriage. But now human beings are all fallen, and we are all no longer God-centered but self-centered. And if you are approaching marriage with a self-centered attitude, it is no longer profitable or beneficial but leading towards hell. So it is important that we gain that same perspective that God had when he ordained marriage between man. അതോടൊപ്പം തന്നെ ഇന്നൊരു മറ്റൊരു വിഷയത്തിന് കൂടെ ആൻസർ തരുവാൻ ആഗ്രഹിക്കുകയാണ്. പലരും എനിക്ക് മെസ്സേജ് ഇടുമ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യം, ദേവദാസൻ അങ്ങയുടെ പേഴ്സണൽ ഒപ്പീനിയൻ എന്നോട് പറയണം, ഞാൻ വിവാഹം കഴിക്കണോ വേണ്ടയോ? ഞാൻ അവർക്ക് കൊടുക്കാറുള്ള മറുപടി എന്താണെന്നും കൂടെ ഇതിൽ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. Along with that, I will also share another message. So many people message me asking, man of God, do you think I should marry or not? Can you give me your personal opinion? And I'll share with you the message that I usually give to such people. ഇന്നത്തെ വിവാഹ ജീവിതം പലർക്ക് ലാഭകരമല്ലാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിൽക്കാതെ സ്വന്തം കാഴ്ചപ്പാടിലേക്ക് കടന്നു വന്നുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ ഇതാ ഒരു ജീവിത പങ്കാളി, എനിക്ക് ഊറ്റിയെടുക്കാൻ ഇതാ ഒരു ജീവിത പങ്കാളി, എനിക്ക് എന്ന ആ സ്വകേന്ദ്രീകൃതമായ മനോഭാവത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ലാഭകരം അല്ലാതെയായി തീർന്നത്. പകരം ദൈവ ഇഷ്ടം ഞങ്ങൾ ഒരുമിച്ച് ഭൂമിയിൽ ചെയ്യാനാണ് വിവാഹ ജീവിതമെന്ന ദൈവ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടാണ് എങ്കിൽ നമ്മളുടെ ജീവിതം, വിവാഹ ജീവിതം ഒരനുഗ്രഹകരമായിരിക്കും. അല്ല എങ്കിൽ ഇത് ലാഭകരമല്ല എന്ന് മാത്രമല്ല, പലപ്പോഴും വിവാഹ ജീവിതം കൊണ്ട് ഭാര്യയും ഭർത്താവും നരകത്തിലേക്ക് യാത്രയുമാകും. So if your perspective in marriage is that a marriage partner to make me happy or a marriage partner to extract from, and so that I can gain more, if you have such a self-centered attitude, then marriage life is not a profitable thing for you. On the other hand, if you have a God-centered attitude, which is that my life here is to do the will of God, to do the will of the Father, and I need a partner so that we can together do the will of the Father. So if you have such an attitude, then marriage life will be profitable to you. എക്സാമ്പിൾ, യേശു ക്രിസ്തുവിൻ്റെ ആ ജീവിതം ശ്രദ്ധിച്ചേ. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു. എന്തിനു വേണ്ടിയായിരുന്നു? ഒരു സഭ എങ്ങനെയെങ്കിലും തല്ലിക്കൂട്ടി സഭയിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഊറ്റിയെടുത്ത്, ദശാംശമെന്നോ ഓഫറിങ്ങെന്നോ എന്തൊക്കെയോ പ്രസംഗിച്ച് ഊറ്റിയെടുത്ത് എങ്ങനെയെങ്കിലും തനിക്കൊരു സെറ്റപ്പ് ഉണ്ടാക്കാനാണോ യേശു വന്നേ? അതോ തൻ്റെ അവസാന തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്ത് ഒരു സഭയെ സമ്പാദിച്ച് താനും ആ സഭയും, അതാണ് തൻ്റെ കാന്ത, ഒരുമിച്ച് ചേർന്ന് ദൈവിഷ്ടം ചെയ്യാനാണോ വന്നത്? നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. ക്രിസ്തു ദൈവ കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലായി ഭൂമിയിൽ ജീവിച്ച് യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. സഭയെ സമ്പാദിച്ചിട്ട് സഭയോട് പറഞ്ഞു, നാടൻ ഭാഷ പറഞ്ഞ എടി പെണ്ണേ എന്ന് പറയുന്ന പോലെ, നീ ബുദ്ധിഹീനയാകാതെ അപ്പൻ്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയ, നമുക്ക് ഒരുമിച്ച് അത് ചെയ്യാം എന്നാ യേശു പറഞ്ഞേ.
അതേ രീതിയിലുള്ളൊരു കുടുംബമാണ് നമ്മുടേതെങ്കിൽ നമ്മൾ അനുഗ്രഹീതരായിരിക്കും. കുടുംബജീവിതം ലാഭകരമായി തീർക്കുവാൻ നമുക്ക് സഹായകരമായി തീരും. So we should examine the life of our Lord and Savior Jesus Christ while he was here on earth. Do you think Jesus came here so that he can put together a church somehow and collect few offerings and have a good life? No, that's not what Jesus Christ did. He gave even the last drop of his blood to the church to redeem a church. And why did he redeem such a church? He redeemed such a church so that together they can do the will of the Father. And whenever the church is going astray, Jesus Christ say in the Bible, it is said, you foolish, just like he said Paul said, you foolish Galatians. Christ says to his bride, that is the church, you foolish church, why are you not following? Don't you know that we are here to do the will of the Father? So if your attitude is similar to that, then your married life will be profitable to you, else it will not be. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വിവാഹ ജീവിതത്തിൻ്റെ മനസ്സ് ക്രിസ്തു തൻ്റെ കാന്തി ഒരുക്കി ആ കുടുംബജീവിതത്തിൻ്റെ മനസ്സായിരിക്കണം. ഹല്ലേലൂയ. അല്ലാതെ ഭർത്താവിൻ്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി ഭർത്താവിന് വിവാഹം കഴിക്കുന്നു, ആ പുരുഷന് വിവാഹം കഴിക്കുന്നു, ഭാര്യയുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി ഭാര്യയുടെ അപ്പന് നിറയെ സ്വത്തുണ്ട്, അതെനിക്ക് കിട്ടാൻ വേണ്ടി വിവാഹം കഴിക്കുന്നു. ഇങ്ങനെയുള്ളതൊന്നും ശാശ്വതമാകത്തില്ല. ഇതെല്ലാം പലപ്പോഴും നമ്മളെ നരകത്തിലേക്ക് തള്ളുവാനായിട്ട് ഇടയാകും. So you should have the attitude of Christ when Christ with his bride, that is the church, in your married life. Otherwise it will not be permanent. If your attitude is, I need to extract, I need to marry so that I can get all the money from my wife's family, or I need to marry so that I can gain all the money from my husband, then such married life will not be permanent. ക്രിസ്തു സഭയെ നേടാൻ വേണ്ടി തനിക്കുള്ളതെല്ലാം അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവളെ വചനത്തിലൂടെ കഴുകി ശുദ്ധീകരിച്ച് തനിക്ക് തന്നെ തേജസ്സോടുകൂടി നിർത്താനായിട്ട് ഒരുക്കിയെടുക്കുന്നു. അപ്പോൾ തന്നെ ഇതാ സഭ, യേശു സഭയോട് പറയുകയാണ്, എൻ്റെ നുകമേറ്റ്. ശ്രദ്ധിക്കുക, സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കുക, എൻ്റെ നുകം എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി. പിതാവ് തന്നെ ഏൽപ്പിച്ച ആ ഡ്യൂട്ടി, ആ നുകമേറ്റ്, എൻ്റെ നുകമേറ്റ് നീ എന്നോട് പഠിക്കണം. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം നിൻ്റെ ജീവിതകാലം എനിക്ക് പിതാവ് തന്ന ഇഷ്ടം ചെയ്യുവാൻ നീ എൻ്റെ കൂടെ സഹായിയായി നിലകൊള്ളണം. രണ്ടുപേർക്കും ഒരേ വിഷനാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഈ ഒരു തലത്തിലാണ് വിവാഹ ജീവിതമെങ്കിൽ നമ്മുടെ വിവാഹ ജീവിതം അനുഗ്രഹീതമായിരിക്കും. അല്ലാതെ ഹസ്ബൻഡിനെ ഊറ്റി ജീവിക്കാൻ ശ്രമിക്കുന്ന ഭാര്യയും ഭാര്യയെ ഊറ്റി ജീവിക്കാൻ ശ്രമിക്കുന്ന ഭർത്താവും, അങ്ങനെയല്ല നമ്മുടെ ജീവിതം വേണ്ടതെന്ന് ആദ്യം തന്നെ ഓർപ്പിക്കുകയാണ്. So Jesus Christ gave the last drop of his blood to redeem his bride, that is the church, and he did not try to extract from the church, but at the same time he told the church that take my yoke upon you and learn from me. So what did he want? What did Jesus Christ want the church to learn from him? He wanted him to learn that Jesus Christ does the will of the Father. In the same manner, the duty of the church is to do the will of the Father. And if this is and do the will of the Father. So if this is the attitude of your married life, then your married life will also be successful. ഞാൻ ഈ ജീവിതയാത്രയിൽ പല കുടുംബങ്ങളെയും കണ്ടിട്ടുണ്ട്. പല കൗൺസിലിംഗ് സെക്ഷനും ചെയ്യുവാനായിട്ട് ദൈവം എനിക്ക് സഹായിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ദൈവം പ്രബോധിപ്പിച്ചത് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് അവരെ വെളിപ്പെടുത്താനല്ല, പകരം ദൈവസഭയ്ക്കൊരു അനുഗ്രഹമായി തീരുവാൻ ചിലത് അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിൽ ഒന്ന്, ഒരിക്കലൊരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഐ നീഡ് എ വൈഫ് നോട്ട് എ ഹസ്ബൻഡ്. ആ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് വേണ്ടതൊരു ഭാര്യയാണ്, ഭർത്താവിനെയല്ല. ഇപ്പം നിന്റെ പ്രവൃത്തി കണ്ട നീയാണ് എൻ്റെ ഭർത്താവെന്ന് തോന്നുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പുരുഷനും സ്ത്രീയും തിരിച്ചറിയേണ്ടത് സ്ത്രീക്ക് വേണ്ടതൊരു ഭർത്താവിനെയാണ്.
പുരുഷന് വേണ്ടത് ഒരു ഭാര്യയാണ്. ഭാര്യ ഭർത്താവും ആകരുത്, ഭർത്താവ് ഭാര്യയുമാകരുത്. അവിടെ മൊത്തം പ്രശ്നമായി. ഇത് രണ്ടും കൂടി ചേരില്ല, കുടുംബജീവിതം കലഹമായി തീരും. അതുകൊണ്ട് സഹോദരിമാരോട് പറയാണ്, വിവാഹത്തിന് മുമ്പ് ഒരു പ്രധാന തീരുമാനം ഉണ്ടായിരിക്കണം. എനിക്കൊരു ഭാര്യയായിരിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രം വിവാഹത്തിന് സമ്മതം മൂളിയാൽ മതി. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ പുരുഷന്മാരോട് പറയുകയാണ്, എനിക്കൊരു ഭർത്താവായിരിക്കണം എന്ന് എൻ്റെ സൃഷ്ടാവ് എന്നെ കൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് പറ്റുമെങ്കിൽ മാത്രം ഇതിനെ ഇറങ്ങി തിരിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിനെ ഇറങ്ങി തിരിക്കാതിരിക്കുകയാണ് നല്ലത്. കുടുംബം കലഹത്തിലേക്ക് പോകും. ഹല്ലേലൂയ. So, as a pastor is saying, as a pastor, he had the opportunity to counsel many families over the years. And in one, he remembered a particular case where the husband told to the wife that I need a wife and not a husband. So, this is important because if that role is reversed, then the married life will be in danger. So, every sister who is here who is looking to get married, I would like to ask them, what is that you want? Are you ready to be a wife to your husband, or do you want to be a husband? Only go for marriage if you want to be a wife to your husband. In the same manner, to every brother here who want to get married, know that you have been ordained by your Father in heaven to be a husband. And if you are ready to be that, should you marry? Else you shouldn't marry. അനേക കുടുംബങ്ങൾ കലഹിക്കപ്പെടുവാൻ, തകർന്നു പോകാനുള്ളൊരു മേജർ കാരണം ഇതാണ്. ഭാര്യയ്ക്ക് ഭാര്യയായിരിക്കാൻ പറ്റുന്നില്ല. കാരണം എഗ്രിമെന്റിൽ, വിവാഹ എഗ്രിമെന്റിൽ എന്തായിരുന്നു എന്ന് ഉടനെ പോയി നോക്കണം. അപ്പം നോക്കുമ്പോൾ മനസ്സിലാകും, ചാക്കോച്ചൻ അല്ലെങ്കിൽ ജോസഫ് അല്ലെങ്കിൽ ജോൺ ആവുന്ന അങ്ങേ എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പറയും, അങ്ങേ ഞാൻ എൻ്റെ ഭാര്യയല്ല, എൻ്റെ വിവാഹ ഭർത്താവായി സ്വീകരിക്കുന്നു. മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ അങ്ങേ സ്നേഹിച്ചും അങ്ങേ ബഹുമാനിച്ചും അങ്ങേക്ക് കീഴടങ്ങി ഒരു ഉത്തമ ഭർത്താവായെന്നല്ല, ഉത്തമ ഭാര്യയായിരിക്കാൻ ഞാനിതാ ഉഭയസമ്മതം ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് അതൊന്നെടുത്ത് നോക്കണം, എൻ്റെ റോൾ അവിടെ എന്താണ്, ഭർത്താവാണോ ഭാര്യയാണോ? എന്നിട്ട് ആ റോള് തന്നെ ചെയ്യുകയാണെങ്കിൽ നോ ഇഷ്യൂ. കാരണം ഇതൊരു കവണൻ്റാണ്, ഒരു എഗ്രിമെൻ്റാണ്. മരണം കൊണ്ട് മാത്രം സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എഗ്രിമെൻ്റ്. എന്താണ് പറഞ്ഞത് അത് തന്നെ ചെയ്യണം, എന്താണ് പറഞ്ഞത് അത് തന്നെ ചെയ്യണം, മാറിപ്പോകരുത്. ഭർത്താക്കന്മാരും ഇത് തന്നെ ഓർത്തു കൊള്ളണം. കുടുംബം വാഴുവാൻ, ദൈവത്തിനായി, ദൈവ ഇഷ്ടം നിറവേറ്റുവാൻ ഞാൻ നിന്നെ എൻ്റെ വിവാഹ ഭാര്യയായി സ്വീകരിക്കുന്നു. അപ്പൊ നിങ്ങളാരാ? ഭർത്താവ്. ദൈവത്തിന് വചനം പറയുന്നു, ഭർത്താവ് കുടുംബത്തെ വാഴണം. ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടി. ഈ എഗ്രിമെന്റ് പരസ്പരം ഇടയ്ക്കിടയ്ക്കെന്ന് ഓർക്കുന്നത് നല്ലതാ. എഗ്രിമെന്റ് തെറ്റിയാൽ എഗ്രിമെന്റിന് സാക്ഷിയായ ദൈവമുണ്ട്, തീർച്ചയായും ശിക്ഷാവിധി പ്രാപിക്കും. അതുകൊണ്ട് തെറ്റിക്കരുത്, കറക്റ്റായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ഇടയാകണം. In this context, I would request you to take a look at your marriage agreement, because when a woman becomes a husband and husband to the husband to her husband, then things go wrong. If you read the marriage agreement, you will see that it says, I such and such would take, say, John or Chaco or Joseph, whoever it is, as my husband, and promise to obey and submit myself as his wife. So it's important that you read the marriage agreement
every now and then, so that you realize that what is your role. In the same manner, it is important for husbands to read their marriage agreement so that it says that I take such and such as my wife to provide for her. So you are taking your wife as your wife and not a husband. So it's important that this role is not reversed. കൊളോസ്യ ലേഖനം 3:18-19 വാക്യം ഇതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഭാര്യയോടും ഭർത്താവിനോടും പറയുന്നൊരു കാര്യം ഇത് തന്നെയാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്. എടുത്തെങ്കിലൊന്ന് വായിക്കാം. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിരിക്കരുത്. ശ്രദ്ധിക്കുക, രണ്ടു കൂട്ടരോടും ദൈവവചനം ആജ്ഞാപിക്കുന്നത് ശ്രദ്ധിക്കുക. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങുവിൻ. അതായത് കർത്താവ് എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ ഭർത്താവിന് കീഴടങ്ങുവിൻ. അപ്പോൾ ഈ ഒരു മനോഭാവം എപ്പോഴും വേണം. ഇതിന് പറ്റില്ല എങ്കിൽ ഒരു കാര്യം ചെയ്താൽ അവന് നേരത്തെ എളുപ്പമാണല്ലോ, എനിക്ക് വിവാഹം വേണ്ട, ഫിനിഷ്. എന്തൊരെളുപ്പമായി. ഇത് ആരുടെ കൽപ്പനയാ? ദൈവത്തിൻ്റെ കൽപ്പനയാ. നേരത്തെ ആർക്കും കീഴടങ്ങിയിട്ടില്ലായിരിക്കാം, പക്ഷേ കർത്താവിന് ഉചിതമാവണ്ണം, അതായത് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക. ഒരു യുദ്ധത്തിന് കീഴടങ്ങുന്ന പോലെ കീഴടങ്ങുക. ശരീരം തലയ്ക്ക് കീഴടങ്ങിയിരിക്കേണ്ടതുപോലെ ഇരിക്കുന്നത് പോലെ കീഴടങ്ങുക. ഇനി അടുത്തത് ഭർത്താക്കന്മാരോടാ പറയുന്നേ. വായിക്കേ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായി ഇരിക്കുകയും അരുത്. ഭർത്താക്കന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിരിക്കുകയും അരുത്. കയ്പായിരിക്കാൻ വേണ്ടിയാണോ കല്യാണം കഴിച്ചേ? സ്നേഹിക്കാൻ വേണ്ടിയല്ലേ കല്യാണം കഴിച്ചേ? ഇല്ലേ? പക്ഷെ കയ്പായി പോകും. എപ്പോഴാ നിങ്ങളുടെ വായിൽ കയ്പ് ഫീൽ ചെയ്യുന്നേ? എപ്പോഴായിരിക്കും കയ്പ് ഫീൽ ചെയ്യുന്നേ? ഒരു സ്പൂൺ തേനെടുത്ത് വായിലിടുമ്പോൾ എനിക്ക് കയ്പ് ഫീൽ ചെയ്യുമോ? പിന്നെ എപ്പോഴാണ് കയ്പ് ഫീൽ ചെയ്യുന്നേ? പിള്ളേരോട് പറയാടാ, ഇതാടാ പാവയ്ക്ക, ഇച്ചിരി കഴിക്കണം, നല്ലതാടാ. എനിക്ക് വേണ്ട, കയ്പാ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വായിൽ വയ്ക്കുമ്പോൾ വായിൽ കയ്പ് വരുന്നത് പോലെ സഹോദരിമാരുമായിട്ടുള്ള ജീവിതത്തിൽ എപ്പോഴും അകത്ത് കയ്പ് വരും. ഈ കയ്പ് വരുമ്പോൾ ദൈവവചനം പറയുന്നു കയ്പായിരിക്കരുത്. മനസ്സിലായോ? കയ്പ് ആണുങ്ങൾക്ക് തലയ്ക്ക് തരാനുള്ളത് പിശാച് ഓൾറെഡി ഉൽപ്പത്തിയിൽ വെച്ച് അതിനെ സ്ത്രീകളുടെ ഉള്ളിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതവർ തന്നിരിക്കും. ഇവിടെ തന്നിരിക്കുമ്പോൾ എപ്പോഴും ഓർത്തോളണം, ഓരോ ദിവസവും കയ്പ് എനിക്ക് ഇത്ര കിട്ടും എന്ന് മനസ്സിലാക്കി വേണം ഭാര്യയോട് കൂടെ ജീവിക്കാൻ. പിടുത്തം കിട്ടിയാ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്താൽ കുഴപ്പമില്ലെന്നേ. നിങ്ങൾ കുടയെടുക്കാതെ ബൈക്കും കൊണ്ടുപോയി, പെട്ടെന്നൊരു മഴ വന്നു, അല്ലെങ്കിൽ റെയിൻകോട്ട് എടുക്കാതെ നിങ്ങൾ ബൈക്കിൽ പോയി, പെട്ടെന്നൊരു മഴ വന്നു, നിങ്ങൾ മൊത്തം നനയൂലേ? എന്നാൽ നിങ്ങൾക്ക് മഴ പെയ്യുമെന്നറിയാമെങ്കിലോ? നടന്നു പോകണമെങ്കിൽ ഒരു കുടയെടുക്കും, ബൈക്കിൽ പോകണമെങ്കിൽ റെയിൻകോട്ട് എടുക്കും. മഴ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും സൈഡിൽ നിർത്തി റെയിൻകോട്ട് ഇടും. ഇതേപോലെ കയ്പുണ്ടാകുമെന്ന് അറിഞ്ഞ് തന്നെ ജീവിക്കണം. മനസ്സിലായോ? അപ്പോൾ കയ്പിനെ കവർ ചെയ്യാനുള്ള റെയിൻകോട്ടോ കുടയോ എപ്പോഴും കരുതിയിരിക്കും. അപ്പോൾ കുടുംബത്തിൽ ഒരു അടിപിടി ഉണ്ടായി രണ്ടും പിരിയത്തില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പുറകെ നമുക്ക് മനസ്സിലാക്കാൻ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ എന്താണ് ആ കാര്യമെന്ന്. ഇതുകൊണ്ട് ദൈവവചനം പറഞ്ഞു തരികയാണ്, നീ അവളെ സ്നേഹിക്കണം, അവളോട് കയ്പായി ഇരിക്കരുത്. അപ്പം ഇതൊക്കെ അറിഞ്ഞു വേണം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്. അല്ല എങ്കിൽ വിവാഹ ജീവിതം എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് വിരുദ്ധമായിട്ട് വരുമ്പോൾ
പരസ്പരം സംസാരിക്കുകയും അത് പൊളിഞ്ഞു പോകാനും നരകതുല്യമാകാനും ഇടയാവും. In this context, let's read the book of Colossians chapter 3 verses 18 and 19. In verses 18 and 19 it says, "Wives, submit yourselves unto your husbands as it is fit in the Lord." So it is clear that as it is fit in the Lord, that is, as is the will of the Lord, God expects wives to submit themselves to their husband. And if you are not able to submit your husband, it is advised that you do not get married. Now, in the same manner, here is written, "Husbands, love your wives and be not bitter against them." And you husbands must realize that you married to love your wife and not to be bitter against them. You may be bitter because you eat something that is bitter, but you should expect that there may be, your wife may do something that may make you bitter, but even then you should not be bitter against them and love your wives. അതുകൊണ്ട് ഒരു നല്ല കുടുംബജീവിതം നയിക്കണമെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭാര്യയ്ക്കുള്ളത് നല്ലതാണ്, ഇൻ കേസ് ഭാര്യയ്ക്കില്ല എങ്കിലും ദൈവവചനം പറയുന്നു ഭർത്താവിന് ഭാര്യയോട് കൂടെ വസിക്കണമെങ്കിൽ വിവേകം ആവശ്യമാണ്. സ്നേഹം മാത്രം പോരാ, വിവേകം ആവശ്യമാണ്. ഒരു കാർ ഓടിക്കണമെങ്കിൽ ഞാൻ ആ കാർ ഇഷ്ടപ്പെട്ടത് കൊണ്ട് കാർ ഓടിക്കാൻ പറ്റില്ല. ആ കാർ ഓടിക്കേണ്ടത് എങ്ങനെയെന്നുള്ള വിവേകം നമുക്ക് വേണം. ഇതേപോലെ കുടുംബജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള വിവേകം ഉണ്ടെങ്കിൽ കുടുംബജീവിതം എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് ഇടിക്കാൻ പോകും, പല സമയത്ത് ഇടിക്കാൻ പോകും, പെട്ടെന്ന് തകർത്ത് കളയണമെന്നൊക്കെ തോന്നും. അപ്പോൾ ആ സമയത്ത് എതിരെ ഒരു വണ്ടി വരുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഔട്ടി സൈഡെടുത്ത് ഒതുക്കി മറ്റേതിനെ കടത്തി വിടുന്നത് പോലെ നമ്മുടെ വിവാഹ ജീവിതം ശ്രദ്ധയോടെ കൊണ്ടുപോയില്ലെങ്കിൽ അത് തകർന്നു പോകും. It is for this reason that the word of God says that husbands, especially if you want to lead a good married life, you should have wisdom. For wives also it is good, but for husbands it is important. Just like when you are driving a car, and it's not just necessary that you want to drive a car, you should also know how to drive the car. Otherwise, there may be situations where say a car comes opposite to you and you do not press the brake. So you should know how to drive the car, that when such situations comes, you should move your car to the side so that it doesn't crash. 1 പത്രോസ് 3:7 ഇത് വളരെ വ്യക്തതയോടെ പറയുന്നുണ്ട്. നമ്മൾ പലരും ചിന്തിക്കുന്നു സ്നേഹം, പരസ്പര സ്നേഹം ഉണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിക്കാമെന്ന്. നടക്കൂല മക്കളെ. സ്നേഹം വേണം എല്ലാവർക്കും. പക്ഷേ കുടുംബജീവിതം പോകണോ, സ്നേഹം മാത്രം പോരാ, വിവേകം കൂടി വേണം. സ്നേഹം ഉള്ളതുകൊണ്ടാണ് കല്യാണം കഴിച്ചേ, പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ ഒരാഴ്ചക്കകത്തും പിരിഞ്ഞത്? സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, ഇത് കൊണ്ടുപോകാനുള്ള വിവേകം ഇല്ല. ഒരു വണ്ടി വാങ്ങിച്ചു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിൽക്കാൻ പോവുക. വലിയ ഇഷ്ടമായിട്ടാണ് വാങ്ങിച്ചേ, കാരണം ഈ വണ്ടി കൊണ്ടുപോകാൻ എനിക്ക് പറ്റൂല. കാരണം താൻ വണ്ണം കുറഞ്ഞ ഒരു വ്യക്തിയാണ്, താൻ വാങ്ങിച്ചത് എൻഫീൽഡ് 500. അതെടുത്തുകൊണ്ട് പോകാൻ തനിക്ക് പറ്റുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മനസ്സിലായേ ഇതും കൊണ്ട് എനിക്ക് പറ്റൂല. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, പക്ഷെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. മനസ്സിലായോ? ഇതേപോലെയാണ് പലരുടെയും കാര്യം. So if you read the book of 1 Peter chapter 3 verse 7, it says, "Likewise a husband dwell with them according to knowledge." So it's not just necessary that you want to have a good married life for you to have a good married life. It is also necessary that you have that wisdom to take it forward. And just like if you are buying, I know somebody who bought an Enfield 500 bike, and after some time he realized that he's a thin person and it's very difficult for him to take it. So it's important that you have wisdom to take your married life forward. ഇതാണ് 1 പത്രോസ് 3:7. ഒന്ന് വായിച്ചാട്ടെ. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച്, സ്ത്രീജനം ബലഹീനപാത്രം എന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. ശ്രദ്ധിക്കുക,
വളരെ പ്രാധാന്യമുള്ള ഒരു വചനമാണിത്. വിവാഹ ജീവിതം നയിക്കുന്ന ഏതൊരു പുരുഷനും, ഇവൻ പുരുഷനും സ്ത്രീയും ഇത് അറിഞ്ഞിരുന്നാൽ നല്ലത്. അവിടെ പറയാണ്, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന്. ഒന്ന്, ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ പ്രാർത്ഥന മുടങ്ങും, സ്വർഗം കേൾക്കത്തില്ല. പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളണം. വിവേകത്തോടെ ഭാര്യമാരുടെ കൂടെ വസിക്കണം. അപ്പോൾ ഭാര്യയുടെ കൂടെ വസിക്കണമെങ്കിൽ എന്ത് വേണം? വീട് മാത്രം പോരാ, വണ്ടി മാത്രം പോരാ, ബൈക്ക് മാത്രം പോരാ, കാറ് മാത്രം പോരാ, പിന്നെ എന്ത് വേണം? ഭർത്താവിന് വിവേകം വേണം. വിവേകത്തോടു കൂടെ ഭാര്യമാരോട് കൂടെ വസിച്ച് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഭർത്താവ് അറിഞ്ഞിരിക്കണം. നിങ്ങൾ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. ഭർത്താവ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ബലഹീന പാത്രമാണ്. ഒന്നറിഞ്ഞിരിക്കണം. ബലഹീന പാത്രമായതുകൊണ്ട് ഏത് നേരവും കയ്പ് തന്നുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കുക, അത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഭർത്താക്കന്മാരോട് പറഞ്ഞ് ഭാര്യമാരുടെ കയ്പായി ഇരിക്കരുത്. ഇത് ബലഹീന പാത്രം. ഇത് അറിയാത്തതുകൊണ്ട് എത്ര കുടുംബങ്ങളെ കലഹിക്കപ്പെട്ടെന്നറിയാമോ? ഈ കയ്പ് വരുമ്പോൾ ഉടനെ തന്നെ അതിന് തക്കവണ്ണം പ്രതികരിക്കും. ഒന്നില്ലെങ്കിൽ അവളെ ഇറക്കി വിടും, അല്ലെങ്കിൽ അവളുടെ പാട്ടിന് പോകും. ഭർത്താവ് വേറെ, ഭാര്യ വേറെ. കയ്പ് വരുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, അത് വേറൊന്നുകൊണ്ടല്ല, അത് ബലഹീന പാത്രം. അപ്പോൾ അതെന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ വിഷയമില്ല, ഇത് കൈകാര്യം ചെയ്ത് പോകാൻ കഴിയും. സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും അടുത്ത ഫേസിൽ പുരുഷനും സ്ത്രീക്കും തുല്യ അവകാശമാണ്. സ്ത്രീ സഹായി എന്നും പുരുഷൻ തല എന്നും ഇല്ല. അടുത്ത ഫേസിൽ, ഇത് ഫസ്റ്റ് ഫേസ്, അതിപ്പോൾ തീരും. ജഡത്തിലുള്ള ജീവിതമാണ്. ജഡത്തിൽ ഈ ഭൂമിയിൽ പ്രവേശിപ്പിച്ചു, ഒരല്പസമയം ജഡം ഉപേക്ഷിച്ച് പോകണം. അതിനും അടുത്ത ഫേസ്. അടുത്ത ഫേസിൽ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമെന്നും തിരിച്ച് അറിയണം. ഈ 2 അറിവ് ബേസിക് ആയിട്ടുണ്ടാകണം. ഹല്ലേലൂയ. So the book of 1 Peter chapter 3 verse 7. Likewise, ye husbands, dwell with them according to knowledge, giving honor unto the wife, as unto the weaker vessel, and as being heirs together of the grace of life, that your prayers be not hindered. So, first thing to note here is that if you don't do this, your prayers will be hindered, and God will not hear your prayers. So, it's important that if you are married, you do this. And for that, you need to live according to wisdom. And what is the wisdom here? That firstly, recognizing that you need to honor your wife because they are, number one, weaker vessels in this life, but in the next life, being heirs to joint heirs of the grace of life. So you should recognize that in this world, whenever they do something that makes you bitter, it is because they are weaker vessels in this world. And at the same time, you should recognize that in the next world there is no thing called a man is the head of the woman, because they will all be equal. അപ്പോൾ തന്നെ സ്ത്രീജനം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നെ ദൈവം സൃഷ്ടിച്ച അവസ്ഥയിലല്ല ഞാൻ നിൽക്കുന്നത്. എൻ്റെ അകത്ത് എൻ്റെ ഭർത്താവിന് കൊടുക്കാൻ തക്കവണ്ണം പിശാച് കയ്പ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ കയ്പ് ഞാൻ എൻ്റെ ഭർത്താവിന് കൊടുക്കരുത് എന്ന് സ്ത്രീയും തീരുമാനിക്കണം. ഭർത്താക്കന്മാർ തീരുമാനിക്കണം, എൻ്റെ ഭാര്യയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും വരാം. കയ്പ് വന്നാലും ഞാൻ എന്ത് ചെയ്യണം? ആ മഴ വരുമ്പോൾ കൊട കൊണ്ട് ഞാൻ സംരക്ഷിക്കപ്പെടുന്നത് പോലെ, റെയിൻകോട്ട് കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നത് പോലെ, ഇത് ഇതിൻ്റെ തിരിച്ചറിവ് ഒരു കൊടയായി, ഒരു റെയിൻകോട്ടായി ഉപയോഗിച്ച് ഏത് സമയവും കയ്പ് വരാം. ആ കയ്പിനെ ഈ തിരിച്ചറിവ് കൊണ്ട് തടഞ്ഞ് അവക്ക് ഞാൻ വീണ്ടും സ്നേഹം കൊടുക്കണം എന്ന തിരിച്ചറിവ് ഭർത്താക്കന്മാർക്ക് ഉണ്ടാകണം. ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയണ്ടേ? നിങ്ങളുടെ കയ്യിലൊരു വാക്കത്തി കിട്ടി. വാക്കത്തിയെ നിങ്ങൾ ആ വാക്കത്തിയുടെ എവിടെ പിടിക്കുകയുള്ളൂ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, വാക്കത്തിയുടെ എവിടെ പിടിക്കുക വെട്ടാനായിട്ട്? പിടിയിലാണ് പിടിക്കണേ. പക്ഷെ നിങ്ങൾക്കത് അറിയാതെ നിങ്ങൾ മറ്റേ സൈഡിൽ പിടിച്ച് വെട്ടാൻ നോക്കിയാലോ, ആരുടെ കൈ മുറിയും?
വെട്ടുന്നവൻ്റെ കൈ മുറിയത്തില്ലേ? അപ്പോൾ ഈ തിരിച്ച അറിവ് മുറിയാതിരിക്കാൻ ഇടയാകും. ഇതേപോലെ പരസ്പരം അറിവ് എൻ്റെ ഉള്ളിൽ എൻ്റെ ഭർത്താവിന് കൊടുക്കാൻ തക്കവണ്ണം പിശാചി കയ്പ് നിക്ഷേപിച്ചിട്ടുണ്ട് എന്നും അത് ഞാൻ എൻ്റെ ഭർത്താവിന് കൊടുക്കരുതെന്നും എൻ്റെ ഭാര്യയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും കയ്പ് വരാം, ഈ തിരിച്ചറിവ് കൊണ്ട് അവൾ തരുന്ന കയ്പിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാര്യമാക്കി എടുക്കാതെ അവൾക്ക് തിരിച്ച് ബഹുമാനം, സ്നേഹം കൊടുക്കുമെന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് പരസ്പരം ഉണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ല എങ്കിൽ ഇതാ സ്ക്രീനിൽ കാണുന്നത് പോലെ വിവാഹ ജീവിതം ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ വിവാഹ ജീവിതം ഒരു ദുരന്തമായി തീരുവാനായിട്ട് ഇടയാകും. So, dear sisters, you must realize that Satan has deposited certain bitterness inside you, so for you to give to your husband. In the same manner, dear brothers, you should recognize that Satan has deposited certain bitterness in your wife. So if it ever comes out, you should realize that it is coming from Satan. And just like if you are going out for a rain and you take a raincoat with you, in the same manner, you should be, if you are aware of this, if you know that the rain is coming, you will take a raincoat with you. In the same manner, if you are aware of this knowledge, you will recognize that whenever you get some bitterness, you will block it with love and give back honor. Only if you have this knowledge will you succeed. Because just like, say, a sickle, any product, when you are using that product, you should have the knowledge of how to use. A sickle, you should hold it by the handle. If you hold the sickle by the sharp edge, your hand would be hurt. In the same manner, you should have knowledge while taking your married life forward. Else, as was shown in the screen earlier, it will result in a crash. ഇവിടെ ഭർത്താക്കന്മാരോട് പ്രത്യേകിച്ച് പറയട്ടെ, ദൈവം നിങ്ങളെ തീരുമാനിച്ചാക്കിയിരിക്കുന്നത് കുടുംബത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനല്ല, കുടുംബത്തെ വാഴാനാണ്. ഇത് മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഭാര്യമാരെ നിയമിച്ചാക്കിയത് കുടുംബത്തിൽ വാഴാനല്ല, ദൈവം വാഴാൻ നിയമിച്ച വ്യക്തിക്ക് സഹായിയായിട്ടാണ്. അപ്പോൾ റോളുകൾ വ്യക്തതയോടെ തിരിച്ചറിയുക, എന്നിട്ട് അവനവൻ്റെ റോള് ചെയ്യുക. ട്രാക്ക് മാറി ഓടരുത്. ഭർത്താവിൻ്റെ ട്രാക്കിൽ കയറി ഭാര്യയും, ഭാര്യയുടെ ട്രാക്കിൽ കയറി ഭർത്താവും ഓടരുത്. മനസ്സിലാകുന്നുണ്ടോ? പലപ്പോഴും ഞാൻ ഈ റോഡിൽ കൂടി പോകുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഈ റോഡിൽ കൂടി പല റോഡിൽ പോകുമ്പോൾ സ്ലോ ട്രാക്കിൽ കയറി ഫാസ്റ്റായിട്ടുള്ള വണ്ടി, ഫാസ്റ്റ് ട്രാക്കിൽ കയറി സ്ലോ ആയിട്ടുള്ള വണ്ടിയും പോയാൽ വലിയ ട്രാഫിക് ജാം ഉണ്ടാകും. പോകേണ്ടത് പോകണം. പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു ഓട്ടോറിക്ഷ മുമ്പിൽ പോകും, ആ ഓട്ടോറിക്ഷയുടെ പുറകിൽ ട്രെയിലറുകളും എല്ലാ വണ്ടികളും ഇങ്ങനെ പയ്യെ ഇങ്ങനെ പോകും. എന്നാൽ ഹോൺ അടിച്ചാലൊന്ന് മാറിക്കൊടുക്കുമോ? മാറിക്കൊടുക്കില്ല. അത് ട്രാക്ക് മാറി ഓടുക, ആ ട്രാക്കിൽ അത് കയറാൻ പാടില്ല, പക്ഷെ അത് ട്രാക്ക് മാറി ഓടുക, ഫാസ്റ്റ് ട്രാക്കിൽ കയറി അങ്ങ് ഓടുകയാണ്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കി എല്ലാത്തിനും പ്രശ്നമായി തീരും. ഭർത്താക്കന്മാരെ ദൈവം വെച്ചിരിക്കുന്നത് കുടുംബത്തെ വാഴാനാണ്. 1 Timothy chapter 3 verse 4 and 5 ശബ്ദമുയർത്തി വായിച്ചാട്ടെ. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും. സ്വന്തം കുടുംബത്തെ എന്ത് ചെയ്യണം? നന്നായി ഭരിക്കണം. സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കണം. സഹോദരിമാർ തിരിച്ചറിയണം, ദൈവം എൻ്റെ ഭർത്താവിന് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടിയാണ് എൻ്റെ കുടുംബത്തെ ഭരിക്കാനാണ്. ഹല്ലേലൂയ. അത് ഞാൻ കയറിയെടുക്കരുത്, അത് ഭർത്താവിന് വിട്ടുകൊടുത്തേക്കണം. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്താ? എൻ്റെ ഡ്യൂട്ടി സഹായിയായിരിക്കുക എന്നുള്ളതാണ്. കുടുംബജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് വേണം ഹാൻഡിൽ ചെയ്യുവാൻ. മറ്റുള്ള ആളുടെ റോള് കയറി എടുക്കരുത്. ഹല്ലേലൂയ. So another thing to note is, to husbands, you are being ordained to not to adjust but in rule in God's standard. In the same manner, to wives, you have been ordained to be a helper to your husband. And if that role is reversed, if somebody tries to use up, if the wife tries to take over the husband's role, it will not work out. In this, just like we in our Indian roads, we see many times that vehicle run in the incorrect track. You'll have an auto rickshaw running in a fast track, and you'll have a lot of vehicles that are trailing it.
and even if you click the horn, he will not move to the slow track. So when some things like that happen, it results in a traffic jam. And in this context, let's read the verse, which is the book of 1 Timothy chapter 3 verse 2, 3 and 4. A bishop then must be blameless, the husband of one wife, vigilant, sober, of good behavior, given to hospitality, apt to teach, not given to wife, no striker, not greedy of filthy lucre, but patient, not a brawler, not covetous, one that ruleth well his own house. So it's clear that the husband is meant to rule well his own house. ശ്രദ്ധിച്ചേ, ഇനി ഈ സഹോദരിമാർക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കയ്പ് ഫീഡ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ദൈവവചനം നിങ്ങളെ ബലഹീന പാത്രം എന്ന് പറയുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ ആരെങ്കിലും ബലഹീനമെന്ന് വല്ലവരും പറയുന്നത് നമുക്ക് സഹിക്കുമോ? പക്ഷേ ബൈബിളാണ് പറയുന്നത് സ്ത്രീജനം ബലഹീന പാത്രം. അതിൻ്റെ കാര്യമാണ്, ദൈവം സൃഷ്ടിച്ചപ്പോൾ ബലഹീനമായിട്ടല്ല സൃഷ്ടിച്ചത്. പക്ഷേ നമ്മുടെ ആദ്യ വനിത ഹവ്വ പോയി പിശാചിനനുസരിച്ചപ്പോൾ, നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം, പിശാചിനനുസരിച്ചാൽ അവൻ്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ ഗർഭധാരണം നടക്കും. ദൈവത്തെ അനുസരിച്ചാൽ ദൈവത്തിൻ്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ ഗർഭധാരണം നടക്കും. പിശാചിനനുസരിച്ചപ്പോൾ തന്നെ മനുഷ്യൻ്റെ തേജസ് അങ്ങ് പോയി. മാത്രമല്ല, ദൈവം വെച്ച ആ ദൈവ ഇഷ്ടങ്ങൾ മനുഷ്യനിൽ നിന്ന് പോയി. അതിൻ്റെ റിവേഴ്സ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വീണു. അങ്ങനെ സഹായിയായി സൃഷ്ടിച്ച സ്ത്രീയെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെയാണ് ദൈവം പറയുന്നത്, ആദത്തിന് തക്ക തുണ സഹായിയായ സൃഷ്ടിച്ച സ്ത്രീയുടെ മനോഭാവം മാറി. ആ മനോഭാവം മാറിയിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ വാഴും, എൻ്റെ ഭർത്താവിനെ ഞാൻ തിരിക്കും, എൻ്റെ ഭർത്താവിനെ ഞാൻ കൺട്രോൾ ചെയ്യും എന്ന മനോഭാവത്തിലേക്ക് സ്ത്രീയുടെ ഉൾത്തളത്തെ മനോഭാവം പിശാച് മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് എപ്പോഴും എൻ്റെ ഭർത്താവ് എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണമെന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ ആ ആറ്റിറ്റ്യൂഡ്, മനോഭാവം. ഇത് ആണ് സ്ത്രീയുടെ ബലഹീനത. ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പറായിട്ട് നിൽക്കേണ്ട സ്ത്രീ ഇപ്പോൾ മാനേജറായി. അവിടെ കാര്യങ്ങൾ ഓടാൻ ബുദ്ധിമുട്ട് വരും. ഒരു ഓഫീസിൽ ഒരാളെ ഹെൽപ്പായിട്ട് വെച്ചു, പക്ഷെ മാനേജർ വന്നപ്പോൾ ഹെൽപ്പ് ആയിട്ട് വെച്ച ആളുടെ മനോഭാവം ഞാനാണ് ഇവിടുത്തെ മാനേജർ എന്നാണ്. മൊത്തം പ്രശ്നമായില്ലേ? അതേ രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. ആ ഓഫീസ് മുന്നോട്ടേക്ക് പോകാൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഹെൽപ്പറും മാനേജറും തമ്മിൽ എപ്പോഴും ഹൃദയത്തിൽ വല്ലായ്മയായിരിക്കും. ഇതാണ് ഈ പറഞ്ഞത്. ഇത് വളരെ വ്യക്തതയോടെ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. So, dear sisters, let me explain why Bible says that women are weaker vessels. You are not created as weaker vessels, but when the first woman obeyed Satan, what happens when somebody obeys Satan is that his seed will grow within us and sprout within us. In the same manner, if you obey God, God's seed will grow within us and sprout within us. When the first woman, who was created to be the helper of the man, obeyed Satan, his seed grew within her, and her attitude became, instead of how can I help my husband, the attitude became how can I rule over my husband, how can I control my husband, how can I make sure that the husband stays within the line I draw. And it is because of this that women are called weaker vessels by the Bible. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ സ്ത്രീ എപ്പോഴാണോ പിശാചിനെ അനുസരിച്ചത്, അതിനുശേഷം ദൈവം സ്ത്രീയോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. മലയാളം ട്രാൻസ്ലേഷൻ അതിൻ്റെ അപ് ടു ദ മാർക്ക് വരുന്നില്ല. അത് വായിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുമില്ല. ഇതാ 3:16 വായിച്ച്. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് ആകും, അവൻ നിന്നെ ഭരിക്കും. ഭർത്താക്കന്മാരുടെ സന്ദേശമുണ്ട്, അവൻ നിന്നെ ഭരിക്കും, ഭർത്താവ് കുടുംബത്തെ വാഴും. ദൈവം പറയുന്നതാണ്. വീണതിന് ശേഷം, അതായത് ആദത്തെ കയ്യിലെടുത്തു, ആദവും വീണു. ഇതിന് ശേഷം ദൈവം പറയുകയാണ്, ഒന്നൊരു വായിക്കേ. സ്ത്രീയോട് കൽപ്പിച്ചത്,
ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ സ്ത്രീകൾക്ക് പ്രസവ സംബന്ധമായ വേദന വർദ്ധിപ്പിച്ചത് പിശാചാണോ ദൈവമാണോ? പറ. ദൈവം പറയുന്നേ, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. ഒരപ്പൻ മക്കളോട് ചെയ്യുന്നത് വേദന ഞാൻ വർദ്ധിപ്പിക്കും. കാരണം എന്താ? എൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ആദത്തെ നീ കയ്യിലെടുത്തു. ഇതാണ് വിഷയം. നിങ്ങൾക്കറിയോ, പുരുഷനെ ഉണ്ടാക്കിയത് സ്ത്രീക്ക് വേണ്ടിയല്ല. തിരിച്ചറിയണം ആദ്യം. ഇതൊക്കെ വിവേകം വേണം. ഒരു കാര്യം എന്തിനു വേണ്ടി ഉണ്ടാക്കി? ദൈവത്തിൻ്റെ വചനം പറയുന്നത് പുരുഷനെ ഉണ്ടാക്കിയത് സ്ത്രീക്ക് വേണ്ടിയല്ല, ദൈവത്തിന് ഉപയോഗിക്കാനാണ്. ആ ദൈവം പുരുഷനെ ഉപയോഗിക്കുമ്പോൾ അതിന് സഹായിക്കാനാണ് സ്ത്രീയെ ഉണ്ടാക്കിയത്. സ്ത്രീയെ ഉണ്ടാക്കിയത് പുരുഷന് വേണ്ടിയാണ്. സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അന്നേ ഇൻസെർട്ട് ചെയ്തിട്ടുള്ള ആ ചിന്ത വ്യക്തതയോടെ മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ 11:9 ഒന്ന് വായിച്ചേ. 11:9 എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. മാനുഫാക്ചർ ഒരു കാര്യം എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നു എന്നുള്ളത് വ്യക്തതയോടെ മനസ്സിലാക്കി അതിനു വേണ്ടി ഉപയോഗിക്കുക. ഹല്ലേലൂയ. വായിക്കേ. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല. പുരുഷൻ ആർക്ക് വേണ്ടിയല്ല? പുരുഷൻ സ്ത്രീക്ക് വേണ്ടിയല്ല, ദൈവത്തിന് തൻ്റെ ഇഷ്ടം ചെയ്യാൻ ഉണ്ടാക്കിയതാ. സ്ത്രീയെയോ പുരുഷന്റെ സഹായിയായിട്ടാ. താഴേക്ക്. സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. കണ്ടോ, മാനുഫാക്ചർ ചെയ്തത് സ്ത്രീയെ ഉണ്ടാക്കിയത് പുരുഷന് വേണ്ടിയാ, പക്ഷെ പുരുഷനെ ഉണ്ടാക്കിയത് ദൈവത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ. ഈ ഒരു ഓർഡർ തിരിച്ചറിയണം. ഇവിടെ സ്ത്രീ എന്താ ചെയ്തേ? ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കിയ പുരുഷന് സഹായിയായി കൊടുത്തതാ. ഇവള് കയറി പുരുഷന്റെ തലയായി മാറി, പുരുഷനെ അനുസരിപ്പിച്ചു. കൊടുത്തു ദൈവം. ഈ അമ്മമാരും അപ്പന്മാരും അനുസരിക്കാത്ത മക്കളെ ചെവി പിടിക്കത്തില്ലേ? കൊല്ലാനല്ല, ചെറിയ വേദനിപ്പിക്കുക, ശിക്ഷ. കാരണം ഇനി നീ അത് ചെയ്യരുത്. ഇവിടെ ദൈവം പറയുകയാണ് 33:16 ഇതാ, ഞാൻ നിനക്ക് പ്രസവ സംബന്ധമായ കാര്യങ്ങളുടെ വേദന വർദ്ധിപ്പിക്കും. ഇത് ബൈബിൾ സത്യവേദ പുസ്തകമാണെന്ന് തെളിയിക്കുന്ന ഒരു വചനമാണ്. ഇനി സഹോദരിമാരോട് ചോദിക്കുക, എല്ലാ മാസവും ഒരു 4-5 ദിവസം വയറും പൊത്തിപ്പിടിച്ച് നടക്കാറില്ലേ? വേദനയെന്നും പറഞ്ഞുകൊണ്ട്. ഇത് വേറെ ഒരു മതഗ്രന്ഥത്തിലുമില്ല, വിശുദ്ധ ബൈബിളിൽ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ബൈബിൾ സത്യമെന്ന് തെളിയിക്കുന്നതിൻ്റെ ഒരു ഭാഗമായത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ കാര്യം വ്യക്തതയോടെ ഒന്ന് മനസ്സിലാക്കുക. താഴേക്ക് നമുക്ക് വീണ്ടും ട്രാൻസ്ലേഷൻ ശേഷം വരാം. So if you read the book of Genesis chapter 3 verse 16, it says, unto the woman he said, I will greatly multiply thy sorrow and thy consumption. In sorrow thou shalt bring forth children, and thy desire shall be to thy husband, and he shall rule over thee. So here God is giving a curse or a punishment to the woman. It's not a curse. So it's not a curse. God is giving a punishment to the woman, and he's saying that it will be much more, your conception and giving childbirth will be much more difficult and in sorrow. And he also says that your desire shall be to your husband, and he shall rule over you. So why did this happen? This happened because God did not create man for the woman. God created man for himself. God created man so that he does his will. And woman was created to be a helper of man while he does the will of God. Instead of that, woman turned man so that he does her will, and God did not like it. And in the book of 1 Corinthians chapter 11, it says, it is not for woman that the man was created, but for man that the woman was created. So we should always realize that this role should not be reversed, that man is created to do God's will and woman is created to help man do God's will. ശ്രദ്ധിച്ചേ. പിന്നെ തുടർന്ന് താഴേക്ക് പറയുന്ന കാര്യമാണ് വമ്പൻ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് വന്നേക്കണേ. അവിടെ താഴേക്ക് ദൈവം പറയുകയാണ്, ഇതാ നീ ഇത് ചെയ്തത് കൊണ്ട് വേദനയോടെ മക്കളെ പ്രസവിക്കും. മാത്രമല്ല, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. തെറ്റ്. അങ്ങനെയായിരുന്നു എത്രയോ നന്നായേനെ. ഓരോ സ്ത്രീയുടെ ആഗ്രഹവും തൻ്റെ ഭർത്താവിനോടായിരുന്നെങ്കിൽ, എൻ്റെ ഭർത്താവേ എന്ന് പറഞ്ഞ് രാവിലെ മുതൽ വൈകിട്ട് വരെ നടക്കുവാണെങ്കിൽ ആ കുടുംബം എത്ര നന്നായി പോയേനെ.
പകരം ഇവിടെ അങ്ങനെയല്ല. ഇത് സ്ക്രീൻ നിങ്ങൾക്ക് കാണാം, അവർ എഴുതിയിട്ടുണ്ട്. ഇത് NLT ആണ്, ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനാണ്. ആ സ്ക്രീനിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഓ ഫാദർ വി താങ്ക് യു. അവരെഴുതിയിരിക്കുന്ന കാര്യം, I will sharpen, and he said to the woman, means God said to the woman, I will sharpen the pain of your pregnancy, and in pain you will give birth. ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് ഞാൻ നിന്റെ വേദന വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. താഴേക്ക്, ആൻഡ് യു വിൽ ഡിസൈർ ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്. അല്ലാണ്ട് നീ നിന്റെ ഭർത്താവിനായി ആഗ്രഹിക്കുന്നല്ല, നീ നിന്റെ ഭർത്താവിനെ നിന്റെ കയ്യിലെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഭർത്താവിനെ നിന്റെ ചൊൽപ്പടിക്ക് നിർത്താൻ നീ ആഗ്രഹിക്കുന്നു. എൻ്റെ ഭർത്താവ് ഞാൻ പറഞ്ഞ പോലെ പോകണമെന്ന് നീ ശടിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞതല്ല, ദൈവം പറഞ്ഞതാണ്. ഞാൻ പല സഹോദരിമാരോട് ഇതെന്ന് ഇൻഡയറക്റ്റ്ലി സൂചിപ്പിച്ചപ്പോൾ ഒരാമയും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണം. യു വിൽ ഡിസയർ ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്. ഹല്ലേലൂയ. ഇതാണ് ഈ കയ്പിൻ്റെ പാവയ്ക്ക. മനസ്സിലായോ? ഇതങ്ങ് ഇറങ്ങുമ്പോഴാണ് ഇവരെന്തിനാ ദൈവം വെച്ചേക്കണേ? റൂൾ ചെയ്യാൻ. നിങ്ങൾ കയറി അതങ്ങ് എടുക്കുമ്പോൾ ട്രാക്ക് മാറിയോട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ വണ്ടി കൂടി വണ്ടി ഓടിക്കുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടേ, എവിടെ നോക്കിയാടാ ഓടിക്കണേ ചോദിക്കാൻ കേട്ടിട്ടുണ്ടോ? എന്താ കാര്യം? അവരുടെ ട്രാക്കിൽ കയറി വട്ടം കയറി ഇല്ലേ? അപ്പോൾ ഇവരുടെ പുരുഷൻ്റെ ട്രാക്കിൽ സ്ത്രീ കയറുമ്പോൾ ഈ വണ്ടിക്കാരൻ വട്ടം കയറുന്ന അവസ്ഥയാണ്. ഉടനെ വണ്ടിക്കാരൻ ചോദിക്കും, എവിടെ നോക്കിയാടാ ഓടിക്കണേ? കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് ഒരു വണ്ടിക്കാരൻ വേറെ വണ്ടിക്കാരനെ ശപിക്കണം. ഇതേപോലെ ട്രാക്ക് മാറി ഓടരുത്, പുരുഷൻ്റെ ട്രാക്കിൽ കയറരുത്. അവിടെ വിഷയം വരും, അവർക്ക് കയ്പ് വരും. ആ കയ്പ് വരുമ്പോൾ ഈ വണ്ടിക്കാരൻ എവിടെ നോക്കിയാടാ ഓടിക്കണേന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ, ഇറങ്ങി വന്നിട്ട് ബസ്സിൻ്റെ ഡോറ് തുറന്നിട്ട് വലിച്ചിറക്കി ഇട്ടിക്കുന്നത്. അപ്പോൾ തന്നെ ബസ്സിലെ ഡ്രൈവർ ലിവർ എടുക്കുന്നു. ഇതൊക്കെ റോഡിലുള്ള വിഷയമാണ്, ട്രാക്ക് മാറുമ്പോഴുള്ള വിഷയമാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കിക്കോളൂ, യു വിൽ ഡിസൈർ ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്. അതെന്ത് പറ്റും? ഭർത്താവിൻ്റെ ഉള്ളിൽ കയ്പ് ഉണ്ടാകാൻ ഇടയാകും. ഇതുകൊണ്ടാണ് ഭർത്താക്കന്മാരോട് പറയുന്നത്, ഭാര്യമാരോട് കയ്പായി ഇരിക്കരുത്. ഇത് നേരത്തെ തിരിച്ചറിഞ്ഞ് വന്നുകൊള്ളണം, മനസ്സിലാക്കി പ്രവർത്തിച്ചോളണം. ഇതുകൊണ്ടാണ് പറഞ്ഞേ, വിവാഹ ജീവിതത്തിന് എന്ത് വേണം? വിവേകം വേണം. ഇത് കൊണ്ടുപോകാൻ വിവേകം വേണം. ഹല്ലേലൂയ. അപ്പോൾ സ്ത്രീക്ക് വേണ്ട വിവേകം ഒന്ന് ഇതാണ്, എന്നെ സൃഷ്ടിച്ചത് എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്. എൻ്റെ ഭർത്താവിനെ സൃഷ്ടിച്ചത് ദൈവ ഇഷ്ടം ചെയ്യാനാണ്. എൻ്റെ ഭർത്താവിന് സഹായിയായി ഞാൻ നിന്നാൽ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ദൈവ ഇഷ്ടം ചെയ്യുകയാണെന്നുള്ള ബോധം ഉണ്ടാകണം. അപ്പോൾ തന്നെ വേറൊരു ബോധം ഉണ്ടാകണം, എന്നെപ്പോലെ തന്നെ വീണ ആളാണ് എൻ്റെ ഭർത്താവ്. എൻ്റെ ഭർത്താവിനും അറിഞ്ഞുകൂടാ എൻ്റെ ഭർത്താവ് ദൈവ ഇഷ്ടം ചെയ്യാനാണെന്ന്. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഭർത്താവ് ഈ ദൈവിഷ്ടം ചെയ്യാനാണ് അദ്ദേഹത്തെ സൃഷ്ടിച്ചതെന്ന് അദ്ദേഹവും തിരിച്ചറിയാൻ വേണ്ടിയായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. So in the verses that we read just now, there is a translation error, and if you look at New Living Translation, it says, I will sharpen the pain of your pregnancy, and in pain you will give birth, and you will desire to control your husband, but he will rule over you. So here the correct translation is not that thy desire shall be to thy husband, but that you will desire to control your husband. So that is the characteristics that woman has, and it's important that people realize the track that they are set for. God did not create woman to control her husband, but to be helper, so that the husband can do the will of God. And it's important that women realize this role. And also, if your husband does not know that he is created to do the will of God, to pray for him, so that he will realize that he too you should realize that your husband too is a fallen being, and he does not know the reason why he is created, and you should pray for him so that he will understand that he was created to do the will of God, and you are created to help him. Otherwise, just like we see all these road rages incidents happening in our country, where somebody says, oh, where are you looking while you are driving? He comes out of the car and goes to open the door of the bus, and the bus driver takes the lever, and then there is quarrel and whatnot. So
if you do not know the track that we are supposed to run in, it will result in such a case. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്നോട് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ, നിങ്ങൾ പലരും ബൈബിൾ റിസർച്ച് ചെയ്യണവരൊക്കെയാണല്ലോ, ഈ പർട്ടിക്കുലർ വേർഡ് 2 പ്രാവശ്യമാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2 പ്രാവശ്യം. അതായത് യു വിൽ ഡിസയർ ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ് എന്നുള്ള ആ പർട്ടിക്കുലർ ഹെബ്രായ വേർഡ് 2 പ്രാവശ്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൊന്ന് ഉൽപ്പത്തി 4:7 അവിടെ കയ്യനോട് പറയുകയാണ്, പാപം നിന്റെ വാതിക്കെ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നെ കൺട്രോൾ ചെയ്യാനാണ്. അതേ വേർഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ പാപം വാതിക്കെ കിടക്കുന്നു, ഇവിടെ വൈഫ് വാതിക്കെ കിടക്കുന്നു. രണ്ടും ഒന്ന് തന്നെ. അവളുടെ ആഗ്രഹം നിന്നെ കൺട്രോൾ ചെയ്യാനാണ്. മനസ്സിലായോ? സെയിം വേർഡാണ് ഉപയോഗിച്ചത്. ഇത് തിരിച്ചറിഞ്ഞിട്ട് സ്ത്രീ വേണ്ട അമെൻമെൻറ്റ് നടത്തുക, പുരുഷനും വേണ്ട ഹെൽമെറ്റ്, മറ്റ് പ്രിക്കോഷൻസ് ഒക്കെ ധരിക്കുക. അങ്ങനെ നമുക്ക് ഇവിടെ ഈ കയ്പ് കൊണ്ട് പുരുഷനെ അടിക്കാതിരിക്കുക, ഇങ്ങേത്ത് അടിച്ചാൽ പുരുഷൻ ഹെൽമെറ്റ് കൊണ്ട് തടയുക. ഇത് അറിയുന്നതാണ് ആ ഹെൽമെറ്റ്. ഇത് നേരത്തെ അറിഞ്ഞിരിക്കണം. മഴ വരാൻ പോകുന്നു എന്ന് അറിഞ്ഞ് കുടയെടുക്കുന്നത് പോലെ ഇത് നേരത്തെ അറിയുക. ഹല്ലേലൂയ. ഇപ്പോൾ മനസ്സിലായോ ഭാര്യമാർ എന്താ ബലഹീനപാത്രമെന്ന്, എന്തുകൊണ്ടാണ് അവർ കയ്പ് തരുന്നതെന്ന്? ഇതൊക്കെ ഇതാ പിശാച് ഇട്ട വിത്തുകളാണ് ഉൽപ്പത്തിയിൽ വെച്ച് തന്നെ. അതിപ്പോഴും അകത്തുണ്ട്, 2 പേരുടെ അകത്ത് ജഡമുണ്ട്. എല്ലാം പിശാച് തല തിരിച്ചു കളഞ്ഞു. ഇതുകൊണ്ടാണ് പൗലോസിനെ പോലെയുള്ള ദേവദാസന്മാർ വരുമ്പോൾ അവിടെ ലോകം വിളിച്ചു പറയുന്ന ലോകത്തെ തലകീഴായി മാറ്റുന്നവർ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തലകീഴായി മാറ്റുകയല്ല, പിശാച് ഉൽപ്പത്തിയിൽ തലകീഴാക്കിയതിനെ നേരെയാക്കുന്നവർ വന്നിട്ടുണ്ടെന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. ഹല്ലേലൂയ. ഇപ്പോൾ നേരെയാക്കിക്കൊണ്ടിരിക്കുക. So I know many of you are scholars in the Bible. This particular word that is to control your husband, that is used only few times in the Bible, and only 2 times in the Bible, and the next time it is used is in Genesis chapter 4 verse 7, and here it says, but if you do what is right, will you not be accepted? But if you do not do what is right, sin is crouching at your door and it desires to have you. So here also but you must rule over it. Here also God says to Cain that sin desires to control you. So that's the meaning of that word. And we should realize that this particular characteristics and be ready for that. ഇനി ഇതിനെക്കുറിച്ച് ധാരാളം പറയാനുണ്ട്, പ്രാക്ടിക്കൽ ഇൻസിഡൻസ് ധാരാളം പറയാനുണ്ടെങ്കിലും മറ്റൊരു കാര്യം കൂടി എമർജൻസി ഒന്ന് പറയട്ടെ. ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് പലരിൽ നിന്ന് കിട്ടുന്നൊരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത്, ഇതാ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അവിശ്വസ്തതയെക്കുറിച്ച്. കുടുംബജീവിതം തന്നത് എൻ്റെ മക്കളെ തിരിച്ചറിയുക. ദൈവത്തിൻ്റെ വചനത്തിലെ പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ്: 1 1000 ഓടിക്കും, 2 10,000 ഓടിക്കും. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ചെയ്യുന്നതിനേക്കാൾ 10 ഇരട്ടി ഒരു നല്ല ഹെൽപ്പർ ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കി കുടുംബജീവിതത്തിലൂടെ നിങ്ങളുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പ്രോഫിറ്റ്, എറ്റേണൽ പ്രോഫിറ്റ് വർദ്ധിപ്പിച്ചോളണം. അല്ലാതെ കുടുംബജീവിതത്തിലൂടെ നരകത്തിലേക്ക് തള്ളപ്പെടരുത്. ഞാൻ ഒരിക്കലും ഒരു പട്ടണത്തിൽ ചെന്നപ്പോൾ ഭാര്യയും ഭർത്താവും എൻജിനീയേഴ്സാണ്. അവിടെ ഭാര്യയുടെ പരാതി, എൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കൂടെ ആണ് എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം. മറ്റൊരിടത്ത് കേൾക്കാനിടയായി, തൻ്റെ ഭാര്യ വേറൊരുത്തനുമായി കമ്പനിയാണ്. വേറെ ചിലയിടത്ത് കേൾക്കാനിടയായി, ഇതാ ഒരു ഭർത്താവ് വേറൊരു സ്ത്രീ കുളിക്കുന്നത് എത്തി നോക്കാൻ പോയി. ശ്രദ്ധിക്കുക, ഇതൊന്നും ദൈവമക്കളുടെ ഇടയിൽ കേൾക്കാൻ പോലും പാടില്ലാത്തതാണ്. നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചില്ല എങ്കിൽ പല അപകടങ്ങളും ജീവിതത്തിൽ കടന്നു വരാനായിട്ട് ഇടയാകും.
അവിടെ ഈ വികാരത്തിന് ദൈവമക്കളെന്നോ നാട്ടുമക്കളെന്നോ ഇല്ല. ദൈവം എല്ലാവരുടെയും ഉള്ളിൽ ഈ വികാരം വെച്ചിട്ടുണ്ട്. ഇതൊരു വിശപ്പാണ്, ഇതൊരു ദാഹമാണ്. ഇത് പരസ്പരം ശമിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് വിവാഹം ദൈവം ഓർഡർ ചെയ്തേക്കണേ. ശമിപ്പിക്കേണ്ട ഡ്യൂട്ടി, ഭർത്താവിൻ്റെ വിശപ്പ് ശമിപ്പിക്കേണ്ടത് ഭാര്യയാണ്, ഭാര്യയുടെ വിശപ്പ് ശമിപ്പിക്കേണ്ടത് ഭർത്താവാണ്. ദാഹത്തിന് വെള്ളം കുടിക്കുന്നു, വിശപ്പിന് ആഹാരം കഴിക്കുന്നത് പോലെയുള്ള ഒരു വിശപ്പാണ് സെക്സിനായിട്ടുള്ള വിശപ്പ്. ഇത് തിരിച്ചറിഞ്ഞ് ഭാര്യയും ഭർത്താവും പ്രവർത്തിച്ചാൽ ഇങ്ങനെയുള്ള ദുർനടപ്പ് ഒഴിവാക്കാം ഒരു പരിധി വരെ എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. So another topic that we want to get into is that of faithfulness. The book of Bible says that one will rout 1,000, but two will rout 10,000. So if two of them are together, then the power that you gain is 10 times, not just doubling. But we have seen cases of unfaithfulness. I know about an engineer couple where the wife is complaining that the husband is living with another woman. I know about another case where the husband is complaining that the wife is having an affair. And there is another case where the husband tried to peek into some other woman's bathroom. So such cases should never even be heard among children of God, because such cases should never be heard among the children of God. Children of God, we know that even though we are all children of God, there may be cravings for everybody, but you should realize that you should know about the word of God, and also you should know that in marriage it's important that husband and wife take care of each other's cravings and needs, so that such immorality is not there among the children of God. രണ്ട് ഉത്തരം ഒരുമിച്ചാണ് വരുന്നത്. ഇവിടെ എന്നോട് തുടക്കത്തിലേ പറഞ്ഞു, പലരും ചോദിക്കും ഞങ്ങൾ വിവാഹം കഴിക്കണോ വേണ്ടേ എന്നുള്ളത്. അതിൻ്റെ ഉത്തരവ് ചേർന്ന് വരികയാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നതിൻ്റെ കാരണം, ഈ വിഷയങ്ങളുടെ പേരാണ് ദുർനടപ്പ്. ഭാര്യ മറ്റൊരു പുരുഷൻ്റെ കൂടെ പോകുന്നു, ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോകുന്നു, ഇതാ വെള്ളവരുടെയും ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കാൻ പോകുന്നു. ഇതിൻ്റെയൊക്കെ പേരാണ് ദുർനടപ്പ്. ഫസ്റ്റ് കൊറിന്ത്യർ 7:2 പറയുന്നു, എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. എന്ത് നിമിത്തം? ഇങ്ങനെയുള്ള നടപ്പ് ഉണ്ടാകാതിരിപ്പാൻ ഉള്ള ദൈവത്തിൻ്റെ ഒരു പരിഹാരമാണ് കുടുംബജീവിതം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദുർനടപ്പ് നിമിത്തം. കാരണം ഈ ഒരു വിശപ്പ് പുരുഷനുമുണ്ട് സ്ത്രീക്കുമുണ്ട്. ദാഹിക്കുന്നത് പോലെ, വിശക്കുന്നത് പോലെ. മനസ്സിലായോ? അപ്പോൾ അതിനു വേണ്ടിയാണ് കുടുംബജീവിതം. ഇനി അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ കുടുംബജീവിതത്തിൽ എന്തുകൊണ്ടാണ് പുരുഷൻ വേറൊരു സ്ത്രീയെ തേടിപ്പോകുന്നത്, സ്ത്രീ വേറൊരു പുരുഷനെ തേടിപ്പോകുന്നത്? അതിൻ്റെ കാരണം നല്ലൊരു പങ്കും പുരുഷൻ്റെ വിശപ്പടക്കാൻ സ്ത്രീ തയ്യാറാകുന്നില്ല, സ്ത്രീയുടെ വിശപ്പടക്കാൻ പുരുഷനും തയ്യാറാകുന്നില്ല. ഇതൊരപകടമാണ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ട രീതിയിൽ വീട്ടിൽ ഭക്ഷണം കൊടുത്തില്ല എങ്കിൽ അവർ സ്കൂളിൽ പോകുമ്പോൾ ഒരു അങ്കിള് വിളിച്ചു, വാ മോനെ നല്ലൊന്നാന്തരം ബിരിയാണി മേടിച്ച് തരാം എന്ന് പറഞ്ഞാൽ അവൻ അയാളുടെ കൂടെ പോകും. കാരണം കൊച്ചിൻ്റെ വയറ് വിശക്കുന്നുണ്ട്. വിശപ്പ് പണിക്കാരനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നു. ഇതേപോലെ തന്നെയാണ് ഈ വിശപ്പം. പക്ഷേ നിങ്ങളുടെ കൊച്ചിന് നല്ല ഭക്ഷണം കൊടുത്ത് നിങ്ങൾ വിട്ടു, നല്ല ബിരിയാണിയും കൊടുത്ത് വിട്ടു. അങ്കിള് വന്ന് വിളിച്ചു, മോനെ ഞാൻ ബിരിയാണി മേടിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ അങ്കിളിനോട് പറയും, അങ്കിളെ നിറച്ച് ബിരിയാണി എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ തന്നിട്ടുണ്ട്, ഇനി എനിക്ക് വേറെ ബിരിയാണി വേണ്ട. കാര്യം മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. ഇതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, സ്ത്രീക്ക് വേണ്ടത് പുരുഷൻ ചെയ്യട്ടെ, പുരുഷന് വേണ്ടത് സ്ത്രീ ചെയ്യട്ടെ. അതിൻ്റെ അർത്ഥം പരസ്പരം വിശപ്പ് മാറ്റേണ്ട കടമ പരസ്പരമുണ്ട് എന്ന് വ്യക്തം.
മനസ്സിലാകുന്നുണ്ടോ? വിശപ്പ് മാറ്റാൻ നിങ്ങൾ മടിച്ചാൽ കുടുംബജീവിതം തകർക്കാൻ നിങ്ങൾ സ്റ്റെപ്പ് എടുക്കുകയാണ് എന്നർത്ഥം. So it is these sins, these immorality that we mentioned just now, that the Bible calls fornication. So if you read the book of Corinthians, 1 Corinthians chapter 7 verse 2, it says, "Nevertheless, to avoid fornication, let every man have his own wife, and let every husband have her own husband, every woman have her own husband." So the Bible is clear that marriage is a mechanism to avoid such sins, to get rid of such sins. And now you may be wondering, why does such sins happen even after marriage? And that's because the Bible says that it's important that a woman takes care of the needs of her husband, and a husband takes care of the needs of his wife. If that is not happening, if you are not doing that, then it will lead to such situations. So if you are not doing that, realize that you are laying the foundation for destruction of your family. അതിൻ്റെ അർത്ഥം, നീ അത് ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ പിശാച് കൊണ്ടുപോകുന്നു. മനസ്സിലായോ? അതാ താഴെ എഴുതി വെച്ചിരിക്കണേ. അതിൻ്റെ 3-ാം വാക്യം മുതൽ, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്ന ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ പരസ്പരം സെക്ഷുവൽ ഫീഡിങ് ആവശ്യമാണെന്ന്. മനസ്സിലാകുന്നുണ്ടോ? കടപ്പെട്ടിരിക്കുന്ന ചെയ്യട്ടെ. ശ്രദ്ധിക്കുക. ഇനി വീണ്ടും കുറച്ചുകൂടി ബൈബിൾ ക്ലിയർ ആക്കി തരിക. ഭാര്യയുടെ ശരീരത്തിൻ്റെ മേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ് അധികാരം. ഹല്ലേലൂയ. ഇതാരാ പറയണേ? ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തരികയാ. വിവാഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ പറഞ്ഞു തരികയാ. ഭാര്യയുടെ ശരീരത്തിൻ്റെ മേൽ ഭാര്യയല്ല, എനിക്കിപ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞു പോകാൻ അവക്കല്ല അധികാരമുള്ളത്. എന്നാൽ ഭർത്താവ് കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കണം. ഹല്ലേലൂയ. സ്ത്രീകളുടെ ബലഹീനതകൾ പലതുണ്ട്, ഇത് മനസ്സിലാക്കണം. എന്നാൽ സ്ത്രീ മനസ്സിലാക്കണം, എൻ്റെ ശരീരം എനിക്കല്ല, എൻ്റെ ഭർത്താവിനാണ് എൻ്റെ ശരീരത്തിൻ്റെ മേൽ അധികാരം. ഇനി തിരിച്ച്, ഭാര്യയുടെ ശരീരത്തിന് മേൽ അവൾക്കല്ല, ഭർത്താവിന് എത്ര അധികാരമുള്ളത്, അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന് മേൽ ഭർത്താവിനല്ല ഭാര്യയ്ക്ക് എത്ര അധികാരമുള്ളത്. മനസ്സിലായോ? ഹല്ലേലൂയ. ഇതിൻ്റെ അർത്ഥം വെച്ചാൽ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ സെക്ഷൽ ലൈഫ് നിരസിക്കരുത്. നിരസിച്ചാൽ എന്ത് പറ്റും? പിശാച് നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ടുപോകുന്ന അടുത്ത വാക്യം. പിശാചിയുടെ കുടുംബത്തെയും കൊണ്ടുപോകും. താഴേക്ക് എഴുതിയിരിക്കുകയാണ്, എപ്പോൾ മാത്രമേ സെപ്പറേറ്റ് ഇരിക്കാൻ പാടുള്ളൂ? രണ്ടുപേരും തീരുമാനിക്കുക, നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഉപവാസത്തോടുകൂടി പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം. അതുകൊണ്ട് നമുക്ക് സെക്ഷൽ ബന്ധങ്ങൾ വേണ്ട എന്ന് രണ്ടുപേരും, അത് സമ്മതം വേണം രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. പരസ്പര സമ്മതത്തോടു കൂടി അല്ലാതെ വേർപെട്ടിരിക്കരുത്. ഇരുന്നാൽ പിശാചിയുടെ കുടുംബത്തെ പിടിക്കും. അവിടെ എഴുതിയിരിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകാൻ, 1 Corinthians 7:5, പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകാൻ ഒരു സമയത്തേക്ക്, എപ്പോഴുമല്ല ഒരു സമയത്തേക്ക്. എങ്ങനെ? പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ട് ഇരിക്കരുത്. എന്താ ഇരിക്കരുതെന്ന് പറയാൻ കാരണം? അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശപ്പടക്കാതെ അടുത്ത ആളുടെ ഓടുന്നത്. ഇരിക്കരുത്. നിങ്ങളുടെ അജിനേന്ദ്രിയത്തെ നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്ന് ഇരിപ്പീൻ. ഇത് തിരിച്ചറിഞ്ഞ് വേണം ഭാര്യയും ഭർത്താവും പ്രവർത്തിക്കാൻ. അല്ലാതെ ഭർത്താവ് ഇന്നടത്തേക്ക് ഓടിപ്പോകുന്നു എന്ന് പറയുമ്പോൾ, കുഞ്ഞെ നീ എന്താണ് ഭർത്താവിന് വശപ്പടക്കാത്തതെന്നായിരിക്കും ഒരു ബൈബിൾ ജ്ഞാനമുള്ള ഒരു വ്യക്തി നിന്നോട് ചോദിക്കുന്നത്. അപ്പം തന്നെ ഈ വചനം തന്ന ദൈവം ചോദിക്കുന്നത് തിരിച്ചും അതുപോലെ തന്നെയാണ്. So if we continue with that verses, which is 1 Corinthians chapter 7, we read verse 2, verse 3 onwards, it says, "Let the husband render unto the wife due benevolence, and likewise also the wife unto the husband." So here it says that the husband must render unto his wife, must take care of the needs of his wife, and the same manner the wife must take care of the needs of her husband. It's important that they do that, otherwise it will give place for Satan. In fact, Bible goes even further and says that the wife hath not power over her own body, but the husband, and likewise also the husband hath not power of his own body, but the wife. So here Bible says that it's important that the husband has power over over his wife's body, so that his cravings are not unfulfilled. In the same manner, the wife has power over her husband's body. And when can you, and here also it says, when can you can move apart only
based on mutual consent. Here it says, defraud ye not one that other, except be it with consent for a time, and that ye may give yourselves to fasting and prayer, and come together again, that Satan tempt you not for your incontinency. ഹല്ലേലൂയ. ചിലപ്പോൾ ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്, ദേവദാസനെ ബോണഗെയിൻ ആയിട്ടുള്ള ആളുകളല്ലേ ബ്രദറെ, അവർ ഒരുമിച്ച് താമസിച്ചോട്ടെ എന്ന്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ബോണഗെയിൻ ആയതുകൊണ്ടൊന്നും നമ്മളുടെ സെക്സ്വൽ ഡിസൈർ ദൈവം എടുത്ത് കളയത്തില്ല. നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക. പുരുഷനും സ്ത്രീയും പരസ്പരം അവർ അട്രാക്ട് ചെയ്യപ്പെടുവാൻ ദൈവം വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ പുരുഷന് ഇതാ ദൈവം വെച്ച സെക്ഷൽ ഫങ്ഷൻസ് ഉണർത്തെഴുന്നേൽക്കും. ഇതേപോലെ തന്നെ സ്ത്രീക്കും അതിൻ്റേതായ ചില വ്യവസ്ഥകളുണ്ട്, ചില അഫെക്ഷൻസ്, ചില പ്രത്യേക വാക്കുകൾ പറയുമ്പോൾ ഇതൊക്കെ ദൈവം വെച്ച വ്യവസ്ഥകളാണ്. അത് ബോണഗെയിൻ ആയതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഇതാ ചില ഫാമിലികൾ ഒരുമിച്ച് താമസിക്കുക. ഈ സമയത്ത് രാത്രിയായപ്പോൾ ഞാൻ കേട്ടൊരു കാര്യം ഇതാണ്, ഇതാ ഒരാളുടെ ഭാര്യ അവിടെ മറ്റൊരാളുടെ അടുക്കിലേക്ക് ചെന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു അപവാദം പറഞ്ഞ് വന്നിരിക്കുന്നു. അത് അപവാദമാണോ സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ധാരാളം സ്ഥലങ്ങളിൽ ഈ വിഷയങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയാകുന്നുണ്ട്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ബോണഗെയിൻ ആയതുകൊണ്ടും ദൈവരാജ്യക്കാരെന്ന് പറയുന്നത് കൊണ്ടും ഒന്നും ആകുന്നില്ല. ഇതാ പലരും ദൈവരാജ്യ വചനം കേൾക്കുന്നു, അതിൽ 3-4 പേര് ഇത് കേട്ട് വിശ്വസിച്ച് ആ രീതിയിൽ ജീവിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വീണ്ടും ലോകത്തിൻ്റെ ചാനലിൽ ഒഴുകുക തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക. എങ്ങനെയാണ്? നിങ്ങളുടെ മക്കൾ പ്രായമായി വരുമ്പോൾ, അതുവരെയും ഒരുമിച്ചായിരുന്നു ഇതാ സഹോദരന്മാരും സഹോദരിയൊക്കെ കിടന്നത് അല്ലേ, ഒരു കട്ടിലായിരുന്നു, ഒരു പായലായിരുന്നു. പക്ഷേ ഒരല്പം പ്രായമായി കഴിയുമ്പോൾ മോളെയും മോനെയും നിങ്ങൾ മാറ്റുന്നതിൻ്റെ കാര്യം എന്താ? നിങ്ങൾക്ക് വിവേകം ഉള്ളത് കൊണ്ടല്ലേ അല്ലേ? ഈ വിവേകം എല്ലായിടത്തും ഉപയോഗിക്കുക. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഈ വിവേകം എല്ലായിടത്തും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതാ ഈവൺ സ്കൂളുകളിൽ, ചെറിയ സ്കൂളുകളിൽ ഒരുമിച്ച് പഠിപ്പിക്കും വരുമ്പോൾ വലിയ സ്കൂളുകളിലേക്ക് വരുമ്പോൾ പലപ്പോഴും രണ്ടാക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ ഇവരുടെ സെൽഫ് കൺട്രോളും ഉപയോഗിക്കുവാൻ എപ്പോഴും പഠിക്കുക, മനസ്സിലാക്കുക, അല്ലെങ്കിൽ അപകടത്തിലേക്ക് പോകുവാനായിട്ട് ഇടയാകും. അപ്പോൾ അപകടം വന്നിട്ടല്ല, വരുന്നതിന് മുമ്പ് അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുക. So I have heard many people say, Pastor, they are born again, so there is no problem with a woman and a man interacting with each other. That is not true. Even if you are born again, it's important to be careful because man and woman has mutual attractions for each other, and it's important that you take acts of you do things wisely so that things does not deteriorate. We have heard many of such wrong stories, just like when you have little children, when girls and boys are together, but as they grow up, you move them to two separate places. In schools, for example, as children grow up, the girls and boys sit in two different rows, precisely because we do not want such things happening. So it's important that we all, even born again people, do things wisely. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറഞ്ഞൊരു കാര്യം അറിഞ്ഞില്ലായിരുന്നോ? ഈ നാട്ടുകാർക്ക് ദൈവദാസന്മാരെന്ന് പറഞ്ഞൊരു ഇഷ്ടമല്ല. ചോദിച്ചു എന്താണ് കാര്യം? പറഞ്ഞൊരു കാര്യം, ദൈവദാസൻ എന്ന് പറഞ്ഞ് സുവിശേഷം അറിയിക്കാൻ ഈ നാട്ടിൽ വന്നു. ഒരു വീട്ടിൽ കയറി, ഒരു പാവപ്പെട്ട വീട്ടിൽ കയറി കുറച്ച് നാൾ സുവിശേഷം അറിയിച്ചു. ദൈവദാസനാണേ, ബോണഗേനാണേ, സുവിശേഷം അറിയിച്ച് ആ സ്ത്രീയെ വീണ്ടും ജനിച്ചു. അങ്ങനെ ഈ ദൈവദാസനും ആ സ്ത്രീയും കൂടി സുവിശേഷം അറിയിക്കാൻ പോയി. അറിയിച്ച് ആ മറ്റേ ആളുടെ ഭാര്യയും കൊണ്ട് ഈ ദൈവദാസൻ സ്ഥലം വിട്ടു. അതുകൊണ്ട് ഈ നാട്ടിൽ ദൈവദാസന്മാരെന്ന് പറയുന്നവർക്കൊരു വിലയും ഇല്ല. മനസ്സിലായോ? അപ്പോൾ ബോണഗേനാണെന്ന് പറഞ്ഞിട്ടും ദൈവരാജ്യക്കാരാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഇല്ല. കാരണം ഇത് കരിമരുന്നും തീയും പോലെയാണ്. ഇത് അകത്ത് ദൈവം വെച്ച വ്യവസ്ഥയാണ്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക, എങ്കിൽ ദുഃഖിക്കേണ്ടി വരികയില്ല. Okay, so recently I went to a place and they told me that in this place people do not have any respect for men of God. Why? Because recently there was an incident where a man of God went to a poor house and informed the gospel, and the woman became born again. Then both the man of God and both the so-called man of God and that woman went around informing gospel, and after a few days both of them eloped with each other and went away. So
So it doesn't matter whether you are born again or not. You still need to be careful. It's like dynamite and fire. You cannot keep them together, whatever be the case. ശ്രദ്ധിച്ച് ഒരു വാദത്തിലൂടെ ഉത്തരം പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. ഞാൻ വിവാഹം കഴിക്കണോ വേണ്ടയോ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ പലരും ചോദിക്കുന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിതത്തിലൂടെ പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, അതിൻ്റെ 1 Corinthians chapter 7 verse 7 onwards. സകല മനുഷ്യരും എന്നെ പോലെ ആയിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. പൗലോസ് ഇച്ഛിക്കുന്നു. പൗലോസ് വിവാഹം കഴിച്ചിട്ടില്ല. എങ്കിലും ഒരുവൻ ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും താൻ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. ഒരു വിവാഹം കഴിക്കണമെങ്കിൽ കഴിക്കണ്ട, അത് അവനവൻ്റെ തീരുമാനമാണ്. ഇനി വിവാഹം കഴിയാത്തവരോടും വിധവമാരോടും അവർ എന്നെപ്പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാമെന്ന് ഞാൻ പറയുന്നു. അത് വിവാഹം കഴിക്കാതിരുന്നാൽ അവർക്ക് നല്ലതെന്ന് ഞാൻ പറയുന്നു. ഇനി അത് അവനവൻ്റെ തീരുമാനമാണ്. പിന്നെ ഒരു കാര്യം അദ്ദേഹം പറയാണ്, ജിതേന്ദ്രിയത്വമില്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ, അഴലുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത്. ഇതാണ് അതിൻ്റെ കീവേഡ്. നിനക്ക് നിന്റെ സെക്ഷൽ ഡിസയേഴ്സിനെ നിയന്ത്രിക്കാൻ കഴിയും എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് വിവാഹം കഴിക്കാതിരിക്കാനുള്ള തീരുമാനം എടുക്കാം. പക്ഷേ സെക്ഷൽ ഡിസയേഴ്സിനെ വിവാഹം നിയന്ത്രിക്കാൻ കഴിയത്തില്ല എങ്കിൽ നീ എന്തു ചെയ്യും? ഒരു പുരുഷൻ്റെ കൂടെ പോകും, ഒരു സ്ത്രീയുടെ കൂടെ പോകും, പാപമായി മാറും, നിനക്കത് നരകയോഗ്യമായി തീരും. അതുകൊണ്ട് ഈ സെക്ഷൽ ഡിസയേഴ്സിനെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നീ എന്ത് ചെയ്യണം? വിവാഹം കഴിക്കട്ടെ. ഓരോരുത്തരും ദുർനടപ്പ് നിമിത്തം സ്വന്തം ഭാര്യയും സ്വന്തം ഭർത്താവും ഉണ്ടാകട്ടെ. മനസ്സിലാവുന്നുണ്ടോ? അല്ല, എനിക്ക് വിവാഹം വേണ്ട എന്ന് തീരുമാനമെടുത്തിട്ട് വേറൊരു പുരുഷൻ്റെയും വേറൊരു സ്ത്രീയുടെയും കൂടെ കിടക്കാൻ ശയിക്കാൻ പോയാൽ അത് നിന്നെ നരകത്തിൽ കൊണ്ടുവന്ന് എത്തിക്കും. പക്ഷേ നിനക്ക് കൺട്രോൾ ചെയ്യുവാൻ എന്തിനു വേണ്ടി? വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുന്നു എന്ന് വെച്ച് ഭർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം കഴിഞ്ഞവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ഭാര്യയ്ക്കുള്ളത് ചിന്തിക്കുന്നു. ദൈവം തന്ന സമയം ഇതാ വൃഥാവായി പോകുന്നത് പോലെയാണ്. എന്നാൽ വിവാഹം കഴിക്കാത്തവൾ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന് വെച്ച് കർത്താവിനുള്ള ചിന്തിക്കുന്നു. എറ്റേണലി നിനക്ക് കൂടുതൽ സമയം വേണമെങ്കിൽ, എറ്റേണലി കൂടുതൽ പ്രതിഫലം വേണമെങ്കിൽ ഇവിടുത്തെ സമയം കർത്താവിന് വേണ്ടി ഉപയോഗിക്കുക. ഹല്ലേലൂയ. പിന്നെ അദ്ദേഹം പറഞ്ഞു, വിവാഹം കഴിക്കുന്നവർക്ക് ജഡത്തിൽ കഷ്ടതകൾ ഉണ്ടാകും. ഭാര്യയുടെ കാര്യം നോക്കണം, ഭർത്താവിൻ്റെ കാര്യം നോക്കണം, പിള്ളേരുണ്ടായി അവരുടെ പ്രശ്നം, അവരുടെ പനി, അവരെയും കൊണ്ടുപോകുന്നു, അവരെയും കൊണ്ടുവരുന്നു, സ്കൂളിൽ പോകുന്നു, ടീച്ചർ വിളിക്കുന്നു, പല പല പ്രശ്നങ്ങൾ, ജഡത്തിൽ കഷ്ടതകളുണ്ടാകും. നല്ലൊരു പങ്ക് സമയം ഇത് എടുത്തുകൊണ്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇതാ, നിങ്ങൾക്ക് എറ്റേണലി പ്രോഫിറ്റ് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ എന്നെപ്പോലെ ഇരുന്നാൽ നല്ലത്. പക്ഷേ നിങ്ങൾക്ക് സെക്സിനെ നിയന്ത്രിക്കാൻ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ അങ്ങനെ ആകരുത്, പോയി വിവാഹം കഴിക്കേ. മനസ്സിലാകുന്നുണ്ടോ? ഈ തീരുമാനം അവരവരുടേതാണ്. ജിതേന്ദ്രിയം ഉള്ളവരാണെങ്കിൽ അത് ഏറ്റെടുക്കാം, അല്ലെങ്കിൽ പോയി വിവാഹം കഴിച്ചാട്ടെ. So to those who are asking, dear pastor, should I marry or not, the answer is given by Paul here. If we read the book of 1 Corinthians chapter 7 verse 7 onwards, and you should remember that Paul himself is not married, and here he replies, "For I would that all men were even as I myself, but every man hath his proper gift of God, one after this manner and another after that. I say therefore to the unmarried and widows, it is good for them if they abide even as I, but if they cannot contain, let them marry, for it is better to marry than to burn." So here Paul says clearly that it is better for a man not to marry because he will have more time for the Lord. But on the other hand, if he is burning with desire, it is important that he marries because otherwise he will fall into sin and become worthy of hell. ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഇത് എൻഡ് ടൈം ആയതിനാൽ പോളിൻ്റെ ഡിസിഷന് ഇച്ചിരി തൂക്കം കൂടുതലാണ്. പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. One other thing to add is that just because this is end time, Paul's decision of not marrying because he'll have more time to spend for the Lord, that has a little bit more weight. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽക്കാം.
കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. വിവാഹ ജീവിതം ലാഭകരമാണോ അതോ നരകകരമാണോ? വിവേകത്തോടുകൂടെ ഭർത്താവും ഭാര്യയും പരസ്പരം വിവാഹ ജീവിതത്തിൽ വസിക്കുന്നുവെങ്കിൽ വിവാഹ ജീവിതം തകരാതെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകുന്നുവെങ്കിൽ അത് ലാഭകരമാക്കി മാറ്റാം. ഭർത്താവിനും ഭാര്യയ്ക്കും എറ്റേണലി അത് പ്രോഫിറ്റായി മാറും. അല്ല, ദൈവം വെച്ച ദർശനമല്ല വിവാഹ ജീവിതത്തിൽ കാണുന്നതെങ്കിൽ രണ്ടുപേരും പരസ്പരം ഊറ്റുവാൻ നോക്കി തൻ്റെ സ്വപ്നങ്ങൾ നടത്തിയെടുക്കുവാൻ ഭാര്യയെയും തൻ്റെ സ്വപ്നങ്ങൾ നടത്തിയെടുക്കുവാൻ ഭർത്താവിനെയും ഉപയോഗിക്കുമ്പോൾ അത് നടക്കാതെ വരുമ്പോൾ നിരാശയും ദേഷ്യവും സങ്കടവും ഒക്കെ വരികയും പരസ്പരം ചെളിവാരി എറിയുകയും ചെയ്യും. കുടുംബങ്ങൾ രണ്ടായിത്തീരും. പിന്നെ ജീവിതം ഒരു നരക ജീവിതമായി പലപ്പോഴും അത് നരകത്തിലും എത്തിക്കും. ഭാര്യയുടെ ഉള്ളിൽ ഭർത്താവിന് കൊടുക്കുവാൻ നിറയെ കയ്പ് പിശാചകത്ത് വെച്ചിട്ടുണ്ട്. ഭർത്താവിനെ കൺട്രോൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കയ്പ്, ഭർത്താവിൻ്റെ ട്രാക്കിൽ ഓടുവാൻ, വണ്ടി മാറി ട്രാക്ക് മാറി ഓടുന്ന വണ്ടി പോലെ ഭർത്താവിൻ്റെ ട്രാക്കിൽ ഓടുവാൻ തീരുമാനിക്കുമ്പോൾ റോഡിൽ നടക്കുന്ന ബഹളം പോലെ ഭർത്താവിൻ്റെ ബഹളം കേൾക്കാം. ഭർത്താവിൻ്റെ ഉള്ളിൽ കയ്പായി. അത് കുടുംബത്തിൽ പല തട്ടിലും മുട്ടലും ഒരുപക്ഷെ രണ്ടായി തീരുന്ന തലത്തിലേക്ക് മാറാം. ഇതൊക്കെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഭർത്താക്കന്മാർ ഇതിൻ്റെ പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട്, ഭാര്യമാർ എൻ്റെ അകത്തുനിന്ന് എൻ്റെ ഭർത്താവിന് കയ്പ് ഞാൻ കൊടുക്കത്തില്ലെന്ന് തീരുമാനമെടുത്തുകൊണ്ട്, ഞാൻ എൻ്റെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുമെന്ന തീരുമാനമെടുത്തുകൊണ്ട്, ഭർത്താവ് ഭാര്യ എത്ര കയ്പ് തന്നാലും ഞാൻ അവളെ വീണ്ടും സ്നേഹിക്കുമെന്ന തീരുമാനമെടുത്തുകൊണ്ട് കുടുംബജീവിതം കൊണ്ടുപോകുവാൻ ദൈവമക്കൾ ഹൃദയത്തിൽ തീരുമാനമെടുത്താട്ടെ. മറ്റൊന്ന്, എൻ്റെ ഭർത്താവ് വേറൊരു സ്ത്രീയുടെ അടുക്കലേക്ക് ഓടുന്നു, അവളുടെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്നു, എൻ്റെ ഭാര്യ വേറൊരു പുരുഷൻ്റെ പുറകെ ഓടുന്നു എന്നൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നവർ ആദ്യമേ ഒന്ന് ചിന്തിക്കുക, എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ടോ? അവൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കുകയാണോ? അദ്ദേഹം എൻ്റെ അടുക്കൽ വരുമ്പോൾ എനിക്കിപ്പോൾ മൂടില്ല എന്ന് പറഞ്ഞ് ഓടുകയാണോ? ഭാര്യയുടെ ശരീരത്തിൻ്റെ മേൽ ഭർത്താവിനാണെന്നും ഭർത്താവിൻ്റെ ശരീരത്തിൻ്റെ മേൽ ഭാര്യയ്ക്കാണെന്ന് അവകാശമെന്നും ദൈവത്തിൻ്റെ വചനം പറയുന്ന അവകാശം ഞാൻ കൊടുക്കുന്നുണ്ടോ? പരസ്പരം അവനവൻ തന്നെ അവനവനെന്ന് പരിശോധിക്കുക. ഭാര്യയ്ക്ക് വേണ്ടത് വേറൊരു ഭാര്യയല്ല, ഭർത്താവിനെയാണ്. ഭർത്താവിന് വേണ്ടത് വേറൊരു ഭർത്താവിനെയല്ല, ഭാര്യയാണെന്നുള്ള തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ദുർനടപ്പ് നിമിത്തം ഓരോരുത്തർക്ക് അവരവരുടെ ഭർത്താവ് ഉണ്ടാകട്ടെ, ഓരോരുത്തന് അവരവരുടെ ഭാര്യമാരുണ്ടാകട്ടെ, അല്ല എങ്കിൽ ദുർനടപ്പ് വരും. ഇനി ഞാൻ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം അത് ദൈവവചനം അവനവന് വിട്ടുകൊടുത്തിരിക്കുന്നതാണ്. നിന്റെ സമയം വിവാഹ ജീവിതത്തിൽ കളയണമെങ്കിൽ കളയാം, അല്ല കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പൗലോസ് പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും എന്നെ പോലെ ആയിരുന്നാൽ നല്ലത്. വിശുദ്ധ ബൈബിളിൽ ഏകദേശം 13 ലേഖനങ്ങൾ എഴുതുവാൻ സ്വർഗത്തിലെ ദൈവം പൗലോസിനെ ഉപയോഗിച്ചു.
വിവാഹം കഴിക്കാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന് വെച്ചാൽ കർത്താവിനുള്ളത് ചിന്തിക്കും. അത് എറ്റേണൽ പ്രതിഫലമായി തീരുവാൻ ആ ദേവദാസനിടയായി. ഈ ഭൂമിയിലുള്ള സമ്പത്തുകളൊന്നും നമ്മുടേതല്ല, സ്വന്തമല്ല, എല്ലാ താൽക്കാലിക ഉപയോഗത്തിന് മാത്രമുള്ളതാണ്. എന്നാൽ സ്വന്തമായ സമ്പത്ത് വേണമെങ്കിൽ ദൈവം തന്ന സമയം ദൈവത്തിനായി ഉപയോഗിക്കണം. തീരുമാനം അവരവരുടേതാണ്. എന്നാൽ വികാരത്തിൽ ജ്വലിച്ച് പാപത്തിൽ അകപ്പെടുമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ, ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിലോ പോയി വിവാഹം കഴിക്കട്ടെ. എന്നാൽ ജിതേന്ദ്രിയത്വം ഉള്ള വ്യക്തിയാണെങ്കിൽ പൗലോസ് പറയുന്നു, നിങ്ങൾ എന്നെ പോലെ ആയാൽ നല്ലത്. പ്രത്യേകിച്ചത് എൻ ടൈം ആകയാൽ. പൗലോസിൻ്റെ തീരുമാനങ്ങൾക്ക് തൂക്കം കൂടുതലുമാണ്. അവനവന് അതത് വരം ദൈവം നൽകിയിരിക്കുന്നല്ലോ, അവനവനത് തീരുമാനിക്കാം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് തന്ന ചിന്തകൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതം ലാഭകരമാക്കി മാറ്റുവാൻ അങ്ങ് ഞങ്ങളോട് ആജ്ഞാപിച്ചതിനായി സ്തോത്രം. ആരുടെയെങ്കിലും കുടുംബജീവിതം ഇപ്പോഴും തുടർന്ന് നരകകരമായി തീരുന്നുവെങ്കിൽ ഈ ദൈവവചനം തിരിച്ചറിഞ്ഞുകൊണ്ട് കുടുംബത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി, തങ്ങളുടെ ചിന്തകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി, ജ്ഞാനത്തോടെ ഒരു വണ്ടി ഓടിക്കുന്നൊരു ഡ്രൈവറെ പോലെ അങ്ങയുടെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട കുടുംബജീവിതം കൊണ്ടുപോകാൻ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ മക്കളെ ഏവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും അങ്ങ് കൂട്ടായിരിക്കണമേ പിതാവേ. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ, ഓൺലൈനിൽ, ഹാളിൽ, തുടർന്നും ഇത് ശ്രവിക്കുന്ന ഏവരുടെ മേലും അങ്ങയുടെ ആത്മാവ്, അവരുടെ ആത്മാവിലും അവരുടെ ദേഹിയിലും അവരുടെ ശരീരത്തിലും വെള്ളത്തിന് മുകളിൽ വ്യാപരിച്ച അതേ ദൈവത്തിൻ്റെ ആത്മാവ് പാഴും ശൂന്യവുമായ ഭൂമിക്ക് മുകളിൽ വ്യാപരിച്ച് മനോഹര രൂപമാക്കിയ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ കുടുംബങ്ങളിൽ മേൽ, നിന്റെ ചിന്തകളിൽ മേൽ, നിന്റെ ശരീരത്തിൻ്റെ മേൽ ഇപ്പോൾ വ്യാപരിക്കുകയാണ്. ഓ താങ്ക് യു ഫാദർ, താങ്ക് യു. ദൈവത്തിൻ്റെ കരം നിന്റെ കുടുംബങ്ങളിലേക്ക് കടന്നു വരികയാണ്, നിന്റെ ചിന്തകളിലേക്ക് കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ മാറ്റം ദൈവം പ്രിയമകനെ പ്രിയമകളെ നിനക്ക് തരികയാ. നിന്റെ കുടുംബങ്ങളിൽ ദൈവം ഇടപെടുകയാ. അതിനെ ദൈവം മനോഹര രൂപമാക്കുകയാ. താങ്ക് യു. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര സ്നേഹത്തോടെ ആയിരിക്കാൻ തടസ്സമായിട്ടുള്ള എല്ലാവരുടെ ജീവിതം മാറിപ്പോകട്ടെ. ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലി വേലകൾ, ബിസിനസ്സുകൾ, ഇവരുടെ കൈകളുടെ പ്രവർത്തനം അനുഗ്രഹിക്കപ്പെടട്ടെ. ശരീരത്തിൽ രോഗമായിരിക്കുന്നവർ രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ചാട്ടെ. എവിടെയെങ്കിലും പാപത്തിൻ്റെ കണികൾ ദൈവം നിങ്ങളെ ഓർപ്പിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ദൈവം നിങ്ങളുടെ സകല അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഇപ്പോൾ തന്നെ യേശു രക്തത്താൽ കഴുകപ്പെടുവാനും ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിൻ്റെ സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുവാനായിട്ട് ഇടയാകും. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി മഹത്വം കാണും. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ അപ്പൻ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പണല ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സൗഖ്യം ഈ ജനത്തിൻ്റെ മേൽ കൽപ്പിക്കുന്നു. ജനസൗഖ്യമുള്ളവരായി തീരട്ടെ. Be free in the name of Jesus. രോഗാത്മാവിനെ ശാസിക്കുന്നു, വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. വേദനകളെ ശാസിക്കുന്നു, വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കണ്ണുകൾക്ക് കാഴ്ച കടന്നു വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹൃദയത്തിലെ അടഞ്ഞ വാൽവുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
തുറക്കപ്പെടട്ടെ. ആന്തരിക അവയവങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ശരീരത്തിലെ വേദനകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുകയാ. പിശാചിനോട് കൽപ്പിക്കുന്ന ഒരധികാരാവകാശം ഇവരുടെ മേലില്ല. കിങ്ഡം പ്രോപ്പർട്ടി. നന്ദി പിതാവേ, നന്ദി. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്വീകരിച്ചാട്ടെ. ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. നന്ദി പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. നന്ദി പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. നന്ദി പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. താങ്ക് യു അപ്പാ. താങ്ക് യു ഫാദർ. നന്ദിയോടെ അങ്ങിൽ നിന്ന് ക്രിസ്തുവിലൂടെ അങ്ങയുടെ ആത്മാവിനാൽ സ്വീകരിക്കുന്ന പിതാവേ, സ്വീകരിക്കുന്നു യേശുവിൻ